കാതൽ എന്ന് പറഞ്ഞ സിനിമ എടുത്ത ഒരാളുടെ മകൻ എന്നുള്ള രീതിയിൽ എൻ്റെ മോൻ ഭയങ്കരമായിട്ട് ആക്രമിക്കപ്പെടുന്നു. 10 പേരെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 9 പേരും എന്തെങ്കിലും തരത്തിലുള്ള ജെൻഡർ ബയസ് ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരാണ്. ഒരു സ്ത്രീ സിനിമ എടുത്തുകൊണ്ട് അത് സ്ത്രീ സിനിമ ആവണം എന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് സ്ത്രീ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. ഞാൻ ഭയങ്കര എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള ആർട്ട് ആയിട്ടുള്ള ഒരു സിനിമ എടുക്കണമെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാവ് എ വൈഡ് റിസപ്ഷൻ. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യണം. ഏറ്റവും റീസെൻ്റ്ലി മാമിൻ്റെ പുസ്തകം പുറത്തിറങ്ങിയ സമയത്തും അതിൽ കുലപതി സ്ഥാനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അതിലൊരു മാറ്റം ഇല്ലാതെ തുടരുന്നത് എന്തുകൊണ്ടായിരിക്കാം? സിനിമയിലുള്ള ഒന്നും ഒരു കാഴ്ച പോലും നമുക്കറിയാം ന്യൂട്രൽ അല്ല. വി കോൾ ഇറ്റ് എ ഫ്രെയിം. മലയാള സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രോഗ്രസീവായിട്ട് എന്തെങ്കിലും 2-3 സീനുകൾ 2-3 ഡയലോഗുകൾ വേണം എന്നുള്ള തരത്തിലാണ് സ്ത്രീകളെ കുറച്ച് പൊക്കി അടിക്കുന്ന 2-3 സീനുകൾ, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഇടി കൊടുക്കുന്നു. ഇവിടെ നീ ചെയ്തിരിക്കുന്നത് ഒരു ടിറ്റിലേറ്റിംഗ് ഇഫക്റ്റ് ഉണ്ട്, ഇക്ലിപ്പെടുത്തുന്ന ഇഫക്റ്റ് ഉണ്ടാക്കും. ഈ ഡയലോഗ് അങ്ങനെ ആണ് എഴുതിപ്പെട്ടിരിക്കുന്നത് പറയുമ്പോഴാണ് ഞാൻ പോലും അത് റിയലൈസ് ചെയ്തിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് മെയിൽ ഗേസ്. അപ്പം എന്താണ് ഫീമെയിൽ ഗേസ് എന്നുള്ളത് അതിൻ്റെ ഓപ്പോസിഷനിൽ മാത്രമല്ലല്ലോ. അതെന്തായിരിക്കണം എന്നുള്ളത് നമ്മൾ ഇനിയും ഇമാജിൻ ചെയ്യാൻ കിടക്കണം. ഇഫ് ഇറ്റ് ഈസ് സിനിമ, ഐ തിങ്ക് പീപ്പിൾ ആർ ഗോണ കണക്ട് വിത്ത് ഇറ്റ്. അല്ലെങ്കിൽ അത് നമ്മളൊരു പൊളിറ്റിക്സ് പറയാൻ വേണ്ടി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ അത് അൺഇൻറ്റൻഷനലി ആയി മാറുമ്പോൾ അത് മാത്രം അവിടെ ചർച്ച ചെയ്യുന്നൊരു സംഗതി. 2024 നമ്മൾ കൊമേഴ്ഷ്യൽ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ അവരിൽ സ്ത്രീകൾ എവിടെ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. 2025 അവസാനത്തേക്ക് നമുക്ക് മലയാള സിനിമ ഒരു ഉത്തരം തരികയാണ്. ഇത്രയും സ്ത്രീകളുണ്ട്. കുറേ ആൾക്കാർ പറഞ്ഞു കേട്ടൊരു സിനിമയായിരുന്നു കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സിനിമ. കുത്തഴിഞ്ഞ് കിടക്കുന്ന സ്ഥലത്തേക്ക് ഓർഡർ കൊണ്ടുവരാൻ നിങ്ങൾക്ക് വീട്ടിലേക്ക് ഓരോ സ്ത്രീകളെ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞാൽ അത് മേലെപ്പറമ്പിൽ ആൺവീടിൽ നിന്നും എങ്ങനെയാണ് വ്യത്യസ്തമായത്? നമസ്കാരം. ഗുഫ്തഗു ഫിലിം ഫെസ്റ്റിവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ അടുത്ത പാനൽ ഡിസ്കഷനിലേക്ക് കടക്കുകയാണ്. സോ നമ്മുടെ ഓവറോൾ ഫിലിം ഫെസ്റ്റിവൽ തീം ഈസ് ജനസൈഡ് ആൻഡ് നൗ ദ പാനൽ ഡിസ്കഷൻ തീം ഈസ് ജെൻഡർ, ഗേസ് ആൻഡ് ഐഡൻറ്റിറ്റി, ലിംഗഭേദം, നോട്ടം ആൻഡ് വ്യക്തിത്വം. ഇതാണ് നമ്മുടെ തീം ഓൺ പാനൽ ഡിസ്കഷൻ. സോ ഇതിനായി നമുക്ക് പാനലിസ്റ്റുകളെ സ്വാഗതം ചെയ്യാം. പ്രശസ്ത സിനിമാ സംവിധായകൻ, തിരക്കഥാകൃത്ത്, അഭിനേത ജിയോ ബിബിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന ചിത്രം 51ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതിലൂടെ മികച്ച തിരക്കഥയ്ക്കുള്ള സംസ്ഥാന അവാർഡും അദ്ദേഹം നേടി. ഇന്ന് നമ്മുടെ ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യുവാനും ആൻഡ് ഓൾസോ ഒരു പാനലിസ്റ്റുമായും കൂടിയാണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. Let's give a big clap. അടുത്തതായി ഫിലിം ഡയറക്ടർ ദീദി ദാമോദരനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നെക്സ്റ്റ് ദ ഡയറക്ടർ ഓഫ് ദ ക്യൂർ ഫിലിം റെപ്റ്റൈൽ അഫ്രദ് വിക്കെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആൻഡ് ഓൾസോ ഡയറക്ടേഴ്സായ സുധാ ലൂണ, കുഞ്ഞിള എന്നിവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് അവർ മോഡറേറ്റർ ചന്ദ്ര സ്വസ്തി, ദ എൻ്റർടൈൻമെൻറ്റ് ജേർണലിസ്റ്റ്, അവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സോ വളരെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ജെൻഡർ, ഗേസ് ആൻഡ് ഐഡൻറ്റിറ്റി. സോ ഇറ്റ് ഈസ് മോസ്റ്റ്ലി റിലേറ്റഡ് വിത്ത് അവർ ഫിലിംസ്. സോ ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്നും നല്ലൊരു ഡിസ്കഷൻ ആൻഡ് സാന്നിധ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. സോ ലെറ്റ് സ്റ്റാർട്ട് അവർ പാനൽ ഡിസ്കഷൻ. സോ ഞാൻ മോഡറേറ്റർക്ക് മൈക്ക് കൈമാറുകയാണ്. സോ സിനിമകൾ കണ്ടു, ഒരുപാട് സംസാരങ്ങൾ കേട്ടു. അടുത്തത് ഇപ്പം ജനസൈഡാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജനസൈഡാണ് ഈ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ടോട്ടൽ സബ്ജക്റ്റ് എങ്കിലും വി ആർ ഗോയിങ് ടു ഒരു കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് ജെൻഡർ, ഗേസ് ആൻഡ് ഐഡൻറ്റിറ്റി ടോപ്പിക്കിലേക്കാണ് കടക്കുന്നത്. ഇത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാം, പല പേഴ്സ്പെക്റ്റീവിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ഇൻ്റർസെക്ഷൻസ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന 3 ടോപ്പിക്കുകളാണ്. അപ്പോൾ പ്രത്യേകിച്ചും ഫിലിം ഫെസ്റ്റിവൽ ആയതുകൊണ്ടും നമ്മുടെ കൂടെ ഇരിക്കുന്ന എല്ലാവരും സിനിമയുമായിട്ട് ഹൈലി റിലേറ്റഡ് ആയതുകൊണ്ടും കുറച്ചുകൂടെ ഫിലിം റിലേറ്റഡ് ആയിട്ട് തന്നെ ഈ സബ്ജക്റ്റുകളെ നോക്കാം, സംസാരിക്കാം, ചർച്ച ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ദീദി മാം എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിചാരിച്ചത്. ബിക്കോസ് ആദ്യം ജെൻഡർ ടോപ്പിക്കിൽ നിന്ന് തുടങ്ങാം. സോ സ്റ്റാർട്ട് വിത്ത് ജിയോ ബിബി. ഓക്കെ, I'll start with കുഞ്ഞില. ചായ കുടിക്കാൻ സമയം വേണോ? ഓക്കെ. സോ ജെൻഡർ, ഇപ്പം നമ്മൾ
ഒരുപാട് കാലമായിട്ട് മിക്ക ഫിലിം ഫെസ്റ്റിവലിലാണെങ്കിലും മിക്ക ചർച്ചകളിലും കയറി വരുന്ന വാക്ക് തന്നെയാണ് ജെൻഡർ സെൻസിറ്റിവിറ്റി. ജെൻഡറിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതിനനുസരിച്ചിട്ടുള്ള മാറ്റം എവിഡൻ്റ് ആയിട്ട് തന്നെ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. പക്ഷെ 2026 നിന്നുകൊണ്ട് മലയാള സിനിമയുടെ ഭാഗമായി നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള മാറ്റങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഇനിയും എത്ര ദൂരം നമുക്ക് പോകാനുണ്ട്? എന്തൊക്കെയാണ് അതിൻ്റെ പോസിബിലിറ്റീസ്? ആക്ച്വലി എനിക്കിപ്പം കുറേ നാളായിട്ട് നമ്മൾ ജെൻഡർ സെൻസിറ്റിവിറ്റീനെ പറ്റിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണോ, അതിന് തക്കതായിട്ടുള്ള മാറ്റങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് കുറച്ച് നാളുകളായിട്ട് കുറേ സംശയങ്ങൾ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നു നമ്മളൊരു ക്ലോസ്ഡ് സർക്കിളിൽ നിൽക്കണോണ്ട് ഒരു പക്ഷെ അങ്ങനെ തോന്നണമായിരിക്കും. എനിക്ക് പലപ്പോഴും ആ തോന്നലിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുമ്പം ലോകം മൊത്തത്തിലൊരു ഫാഷിസത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അനുദിനം. ഇങ്ങനെ ഇപ്പം എല്ലായിടത്തും ഫാസിസത്തിൻ്റെ റൈസ്, ഇന്ത്യയിലായിട്ടുണ്ടെങ്കിലും US എവിടെ ആയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ആ വലതുപക്ഷത്തേക്ക് ഇങ്ങനെ ചാഞ്ഞുകൊണ്ടിരിക്കും തോറും അത് കറസ്പോണ്ടിങ് ആയിട്ട് ന്യൂനപക്ഷങ്ങളെയും സ്ത്രീകളെയും ഒക്കെ അത് അതേപോലെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി, 14 വർഷങ്ങളായിട്ട് 15 വർഷമായിട്ട് എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതി. അപ്പം സെൻസിറ്റീവ് വൈസ് ചെയ്യണതിൻ്റെ എന്തെങ്കിലും മാറ്റങ്ങൾ കാണുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നേരെ തിരിച്ചാണ്. നമ്മൾ പുറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നണത്. ആൻഡ് ഞാൻ റീസെൻ്റ്ലി ഒരു കഴ്സറി ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ തന്നെ ഡാറ്റ അതിനെ സപ്പോർട്ട് ചെയ്യണതാണ്. ഇപ്പം 2025 UN നടത്തിയ സർവേയിൽ 10ൽ 9 പേരും, അതായത് ലിംഗഭേദമന്യേ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ 10 പേരെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 9 പേരും എന്തെങ്കിലും തരത്തിലുള്ള ജെൻഡർ ബയസ് ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരാണ്. ഉദാഹരണത്തിന് ഇപ്പം സ്ത്രീകൾക്ക് രാഷ്ട്രീയത്തിൽ അവർക്ക് എന്തായാലും പറയുക, അവർക്ക് രാഷ്ട്രീയം അറിയില്ല, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുമല്ലോ സ്ത്രീകൾ പൈലറ്റ് ആവാൻ പറ്റില്ല, അതുപോലെ ഉദാഹരണം പറഞ്ഞാണ്. അതുപോലെ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ജെൻഡർ ബയസ് ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരാണ് 10ൽ 9 പേരും എന്നാണ് 2025 സർവേ പറയണേ. അപ്പം UN സ്വയം പറയുന്നത് ഞങ്ങളാകെ ഞെട്ടിപ്പോയി, ഞങ്ങൾ 2025 ഇതല്ല പ്രതീക്ഷിച്ചിരുന്നത് എന്നാണ് അവർ പറയണേ. അപ്പം കാരണം 2030 നമ്മൾ ജെൻഡർ ഈക്വാലിറ്റിയിലേക്ക് കുറച്ചും കൂടെ അടുക്കും എന്നാണ് UN വിചാരിച്ചിരുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സംഭവിച്ചേക്കണേന്ന് പറയണേ. അപ്പം അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആകെയുള്ള ഒരു ആശ്വാസം ഇങ്ങനെ ഫാസിസം ഉയർന്നു വന്നിട്ടുള്ളപ്പോഴൊക്കെ ചരിത്രത്തിൽ കുറച്ച് സമയമെടുത്താണെങ്കിലും പിന്നെ ഒരു ഡെമോക്രസി പുനഃസ്ഥാപനമൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വല്ലതും ഉണ്ടാവുമായിരിക്കും എന്നുള്ള പ്രതീക്ഷ. പിന്നെ 2026 മലയാള സിനിമയിൽ നിന്നുകൊണ്ട് എത്രത്തോളം ഇവിടെ കാണാൻ പറ്റും, എനിക്ക് ആകപ്പാടെ വിസിബിളായിട്ടുള്ളൊരു മാറ്റം തോന്നിയിട്ടുള്ളത് WCC കൊണ്ടുവന്ന മാറ്റമാണ്. കാരണം അത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു കോടതി വിധിയുണ്ട്, എല്ലാ സിനിമാ സെറ്റിലും ICC വേണമെന്നുള്ളൊരു വിധി. അത് 2013 തൊട്ട് ഉണ്ട്. മറ്റേ സെക്ഷൽ ഹറാസ്മെൻറ്റ് ഇത് പോഷ് ആക്റ്റിൽ തന്നെ ഉണ്ടെങ്കിലും അത് ഇവരുടെ ഒരു ഇടപെടൽ കാരണം അത് കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു വിധി ഉണ്ടാവുകയും അങ്ങനെ ഇല്ലെങ്കിൽ നിയമ നടപടി പറ്റുമെന്നുള്ളതൊക്കെ അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്ന മാറ്റങ്ങൾ ഈ WCCയുടെ ഇടപെടൽ കാരണം ഉണ്ടായിട്ടുണ്ട് എന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം, എസ്പെഷ്യലി നടിയെ ആക്രമിച്ച കേസും അതിൻ്റെ റിപ്പർക്കഷൻസും കാരണം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, അതല്ലാണ്ട് എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ജിയോ ബേബിയിലേക്ക് വരാണ്. ഈ പറഞ്ഞ പോലെ തിരിച്ചുപോക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന് അനുസരിച്ച് തന്നെ നരേറ്റീവുകളിൽ ഇത്തരം മാറ്റങ്ങൾ, അതായത് നമ്മളുടെ സിനിമകളുടെ നരേറ്റീവുകൾ പ്രോഗ്രസീവായിട്ട് പോകുന്നു, ഒരുപാട് തരത്തിലുള്ള പല മനുഷ്യരുടെ പേഴ്സ്പെക്റ്റീവുകളിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇതേ നാട്ടിൽ തന്നെയാണ് നേരെ തിരിച്ചുള്ള പേഴ്സ്പെക്റ്റീവ്സ് വരുന്നത്. കേരള സ്റ്റോറി ഈ നാട്ടിൽ തന്നെ റിലീസായ സിനിമയാണ്. അപ്പോൾ ഈ പല മനുഷ്യരിലേക്ക് പോകുന്നതിനനുസരിച്ച് അതിൽ നിന്നുള്ളൊരു പിന്നോട്ട് വലിവ് ഇവിടെ തന്നെ ഉണ്ടാകുന്നു. ഈ നരേറ്റീവുകൾ എങ്ങനെയാണ് മലയാള സിനിമയ്ക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കുഞ്ഞിലെ പറഞ്ഞതുപോലെ നമ്മൾ കുറേ കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട് അല്ലേ. നമ്മളിന്ന് ഇവിടെ ഇരുന്ന് വർത്തമാനം പറയുന്നതും പ്രോഗ്രസീവായിട്ട് ഒരു മുമ്പോട്ട് പോകുന്നതിൻ്റെ ഭാഗമാണ് അല്ലേ നമ്മൾ കാണിക്കുന്ന സിനിമകൾ. അതൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കേരളത്തിലെ സ്കൂളുകളുടെ കാര്യം എടുത്താൽ പുതിയ സിലബസുകളാണ്
കുറച്ച് കാലമായിട്ട് പുതിയ സിലബസ് ട്രൈ ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ മൊത്തത്തിലുള്ള ഒരു വികാസം ലക്ഷ്യം വെച്ചിട്ട് ഒരുപാട് നല്ല പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് 2 മക്കളുണ്ട്, 5ാം ക്ലാസ്സിലും 1ാം ക്ലാസ്സിലും പഠിക്കുന്നത്. ഇതിൻ്റെ ഒന്നും എഫക്റ്റ് ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. അതായത് ഇപ്പം ഈ 2023 റിലീസായിട്ടുള്ള കാതൽ എന്ന് പറഞ്ഞ സിനിമ എടുത്ത ഒരാളുടെ മകൻ എന്നുള്ള രീതിയിൽ എൻ്റെ മോൻ ഭയങ്കരമായിട്ട് ആക്രമിക്കപ്പെടുന്നു മീൻസ് അവനെ കളിയാക്കുന്നു, ബുള്ളി ചെയ്യപ്പെടുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്, എന്തിനാണത് അത് എല്ലാ സ്ഥലത്തും. അവൻ പഠിക്കുന്നത് ഒരു എയ്ഡഡ് സ്കൂളിലാണ്. ഞങ്ങൾ താമസിക്കുന്നത് ഒരു കുറച്ചും കൂടെ എറണാകുളത്തിൻ്റെ സിറ്റിക്കകത്തുള്ള പ്രീമിയം എന്നൊക്കെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ എന്താണ് പറയുക, കുറേ കൂടെ സാമ്പത്തികമായിട്ടൊക്കെ ഉയർന്ന ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു ഏരിയയിൽ താമസിക്കുമ്പോൾ അവിടെ നിന്നും ഇത് തന്നെ സംഭവിക്കുന്നു. ഈ 2 സ്ഥലത്തു നിന്നും. ഒന്ന് വളരെ സാധാരണക്കാരെന്നൊക്കെ രീതിയിലുള്ള പഠിക്കുന്ന സ്കൂളിൽ ഇന്ന് ഇത് സംഭവിക്കുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഇത് എന്തെങ്കിലും സാമുദായികമായ വിഷയമാണോ, പ്രശ്നമാണോ? അതല്ല, ഈ പറഞ്ഞ പോലെ നമ്മൾ അപ്പർ ക്ലാസ് നിന്ന് എന്തോ ക്ലാസ് ഡിഫറൻസ് ഉണ്ട് അവിടെ, ഉറപ്പായിട്ടും ഉണ്ട്. ആ ഡിഫറൻസിലും ഹയർ ക്ലാസ് എന്ന് വിളിക്കുന്ന സ്ഥലത്തുനിന്നും ഇതേ ചോദ്യങ്ങൾ, ഇതേ കളിയാക്കലുകൾ ഇംഗ്ലീഷിൽ സംഭവിക്കുന്നു. ഒരിടത്തും മലയാളത്തിലാണ് വെർബൽ. അപ്പോൾ എവിടെയാണ് മാറ്റം ഉണ്ട്? അപ്പോൾ നമ്മുടെ വീടുകളെല്ലാം ഇതെല്ലാം വീടുകളിൽ നിന്നാണ് സംഭവിക്കുന്നത്. വീടുകൾക്ക് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളുണ്ടാകും. നമ്മളൊരു സൈഡിൽ കൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സിനിമയിൽ മാറ്റം ഉണ്ടാക്കുന്നുണ്ട്, അല്ലേ? ഇപ്പോൾ എനിക്ക് തോന്നുന്നത് സിനിമയിൽ മലയാള സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രോഗ്രസീവായിട്ട് എന്തെങ്കിലും 2-3 സീനുകൾ, 2-3 ഡയലോഗുകൾ വേണം എന്നുള്ള തരത്തിലാണ്. സ്ത്രീകളെ കുറച്ച് പൊക്കി അടിക്കുന്ന 2-3 സീനുകൾ, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഇടി കൊടുക്കുന്നു, അല്ല അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ അതെ, അങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് ഈ പറഞ്ഞതുപോലെ നമ്മൾ പിന്നോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഭയം ഉണ്ടാകുന്നുണ്ട്. നരേറ്റീവുകൾ ഉണ്ടാകുന്നതും ഈ എന്താ പറയുക, എപ്പോഴും സൊസൈറ്റിയിൽ നിന്ന് അവിടെ ജീവിക്കുന്ന മനുഷ്യരുണ്ടാക്കുന്നു, അല്ലേ? എന്തുണ്ടാക്കിയാലും അത് എന്തെങ്കിലും ഒരു കേന്ദ്രീകൃതമായി തന്നെ നിൽക്കുന്നു. അപ്പോൾ അതെങ്ങനെയാണ് അങ്ങനെ കേന്ദ്രീകൃതമാകുന്നത്? ഇതിന് ഞാൻ കണ്ടെത്തിയ ഒരു ഉത്തരമോ ഒന്നുമല്ല. ഞാൻ ഇതിനെ അറ്റ്ലീസ്റ്റ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, ഈ സമൂഹത്തിൻ്റെ പോക്കിൽ ഭയങ്കര ആശങ്കപ്പെടുന്ന, ആ ആശങ്കകൾ വളരെ പേടിപ്പെടുത്തുന്ന ഒരു വ്യക്തിയും ഒരച്ഛനും ഒക്കെയാണ്. അപ്പോൾ എൻ്റെ മോൻ്റെ മെൻ്റൽ ഹെൽത്ത് ഭയങ്കര പ്രശ്നമായി. സോ നമ്മൾ ഈ കാലത്ത് ജീവിക്കുമ്പോൾ ഇത്തരം നിസ്സാരമല്ല, ഒരിക്കലും സംഭവിക്കത്തില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ഓർത്ത് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുകയും നമ്മുടെ കുട്ടികളുടെ ഉറക്കം നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നൊരു സമയത്തൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് ശരിയാകും, കാരണം ശരിയാക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ നമ്മൾ ഈ പറയുന്ന ബുള്ളി ചെയ്യുന്നവർ ശരിയാകാന്നുള്ളത്, അതായത് ഇതൊന്നും പ്രശ്നമല്ല, ഇതിനെയൊക്കെ അതിജീവിക്കണം. ഇനി ബുള്ളിങ് നിൽക്കുമോ? ബുള്ളിങ് ഞാൻ ഉദ്ദേശിച്ചത് ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ചിട്ടല്ല, ഈ റിഗ്രസീവായിട്ടുള്ള ഈ പിന്നോട്ടുള്ള നടത്തത്തെയാണ്. അല്ലെങ്കിൽ അവർ മാറുമോ എന്നുള്ളതാണ്. പക്ഷേ ഇത് രണ്ടും പോസിബിളാണ്. പക്ഷേ അതിൻ്റെ റേഷ്യോ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്ന് നമ്മൾ കുറച്ചും കൂടെ നന്നാവും. ഏതായാലും കുറച്ചൊക്കെ മാറിയിട്ടുള്ള നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോൾ മലയാള സിനിമ എടുത്ത് നോക്കിയാൽ ഒരു സെറ്റിൽ ചെന്നാൽ കുട്ടികളുടെ വർക്ക് ചെയ്യുന്നവരുടെ എണ്ണമൊക്കെ കൂടിയിട്ടുണ്ട്. അതിനൊക്കെ ഈ പറഞ്ഞ പോലെ WCC ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ എടുത്തിട്ടുള്ള എഫേർട്ട് വളരെ വലുതുമാണ്. അപ്പം ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ എത്രയോ സമയമെടുത്തു. അപ്പോൾ ഞാൻ സിനിമ വന്നിട്ട് 11 വർഷമായി. എൻ്റെ ആദ്യത്തെ 3-4 വർഷങ്ങൾ, 4-5 വർഷങ്ങളിൽ എൻ്റെ ടീമിൽ പെൺകുട്ടികളില്ല, ഇപ്പോൾ ഉണ്ട്. അപ്പം ഈ മാറ്റം ഇപ്പം ഇരുന്ന് സംസാരിക്കുന്ന എനിക്ക് പോലും ഉൾക്കൊള്ളാൻ ചെയ്യാൻ കുറേ അധികം സമയം എടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് പ്രതീക്ഷയോടെ ഇരിക്കാമെന്നുള്ളതല്ലാതെ എന്താ ചെയ്യുക? ബാക്കി സംസാരിക്കട്ടെ ആളുകൾ. താങ്ക് യു. നമ്മൾ ഈ മെയിൻ സ്ട്രീം സിനിമകളിൽ ജെൻഡർ റെപ്രസെൻറ്റേഷൻ ഒരുപാട് സംസാരിക്കപ്പെടുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ നമ്മുടെ സാംസ്കാരിക മേഖലകളിൽ, അല്ലെങ്കിൽ ആർട്ടിൽ, കവിതകളിൽ, നമ്മുടെ മറ്റ് ആവിഷ്കാരങ്ങളിലെല്ലാം വരുന്ന ജെൻഡർ റെപ്രസെൻറ്റേഷനുകൾ. ഇത് എത്രത്തോളം ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പിന്നോട്ട് വലിക്കലുകൾ നമുക്ക് ഇപ്പം നേരിടേണ്ടി വരുന്നുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എത്രത്തോളം അത്തരം ആവിഷ്കാരങ്ങൾ പോസിബിളാണ്? രണ്ട് ഉത്തരങ്ങളുണ്ട് എനിക്ക് അതിന്. ഒന്നെന്ന് വെച്ചാൽ ഈ ഡിസ്കോഴ്സ് ഉണ്ടല്ലോ, നമ്മൾ സിനിമേൻ്റെ ഉള്ളിലെ ഈ ഗേസ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു മെയിൻ സ്ട്രീം സിനിമേൻ്റെ ഉള്ള ഗേസ് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു വ്യവഹാരമായി മാറിക്കഴിഞ്ഞു. ഓരോ സിനിമ എടുത്തിട്ടും അതിലെ എന്താണ് അതിലെ രാഷ്ട്രീയമെന്ന് ചർച്ച ചെയ്യുന്നത് നമ്മൾ വളരെയധികം ചെയ്യുന്ന ഒരു കാര്യമാണ്. ആക്ച്വലി ലോക്കെ ഇറങ്ങിയ സമയത്ത് തന്നെ വ്യൂ മീഡിയയിൽ സ്ത്രീ സിനിമേനെ കുറിച്ച് സംസാരിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പം ഒരു വലിയ കൂട്ടം ആൾക്കാർക്ക് ഒരു ലെക്ചർ പോലെയായിരുന്നു അത്. അപ്പം ആ സമയത്ത് ഞാൻ പറഞ്ഞ ഒരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ, ഓഫ് കോഴ്സ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, മെയിൻ സ്ട്രീമിൽ എന്ത് നടക്കുന്നു അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സിനിമ ഒരേ സമയം ഒരു കലാപ്രവർത്തനവുമാണ് രാഷ്ട്രീയ പ്രവർത്തനമാണ്, എല്ലാ ആർട്ട് ഫോംസിനെയും പോലെ. അപ്പം എന്നെ സംബന്ധിച്ചോളം ഇപ്പോൾ കുഞ്ഞിലേൻ്റെ, ഞാൻ അന്ന് പറഞ്ഞ കാര്യമാണ്, കുഞ്ഞിലേൻ്റെ അസംഘടിതരാണെങ്കിലും ശിവരഞ്ജിനീൻ്റെ വിക്ടോറിയ ആണെങ്കിലും അത് മുന്നോട്ട് വയ്ക്കുന്ന എസ്തെറ്റിക്സ് എന്താണ്, അത് മുന്നോട്ട് വയ്ക്കുന്ന സ്ത്രീ കാരണം സ്ത്രീ എന്നുള്ളത് ഒരു സ്ത്രീ സിനിമ എടുത്തുകൊണ്ട് അത് സ്ത്രീ സിനിമ ആവണം എന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് സ്ത്രീ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു കാറ്റഗറിയാണ്. നമ്മൾ ഇത് സ്ത്രീ ഇത് പുരുഷൻ എന്ന് പറയുന്നത്, പക്ഷെ അത് ശരിക്കും വ്യവഹാരത്തിൽ തന്നെ ഉണ്ടാക്കപ്പെടുന്ന ഒരു കാറ്റഗറിയാണ് അല്ലേ. അപ്പം അതിൽ എന്താണ് സ്ത്രീ, അല്ലെങ്കിൽ എന്താണ് അതിലെ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ഗേസ് എന്നുള്ളത് ഇതുപോലത്തെ അന്വേഷണങ്ങളിൽ നമ്മൾ കൂടുതൽ അതിനോട് കാതോർത്തിരിക്കണം, കണ്ടുകൊണ്ടിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. രണ്ടാമത്തെ കാര്യം, അത് എത്രത്തോളം ഇന്നത്തെ കാലത്ത് നടക്കും എന്നുള്ളതാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ മെയിൻ സ്ട്രീം സിനിമയിൽ പണിയെടുക്കുന്ന ഒരാളല്ല, ഞാൻ ഡോക്യുമെൻ്ററി സിനിമകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇന്ത്യയിലെ ഡോക്യുമെൻ്ററി സിനിമ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ FTI തന്നെ ഇറങ്ങിയ സ്ത്രീകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ അവരെല്ലാവരും ഒരു 80കൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഡോക്യുമെൻ്ററികളാണ്. അതെന്തുകൊണ്ടാണെന്നുള്ള ചോദ്യമുണ്ട്. ഒന്നെന്ന് വെച്ചാൽ വീഡിയോ ടെക്നോളജി മാറുമ്പം വീഡിയോ എന്നുള്ളത് വളരെ ആക്സസിബിൾ ആയിട്ടുള്ളൊരു DV എന്ന് പറഞ്ഞൊരു ക്യാമറ ഉണ്ടാവുകയും കുറേ ഡോക്യുമെൻ്ററി സിനിമകൾ ഉണ്ടാക്കപ്പെട്ടത് ആ ഒരു ഫോമിലൂടെയാണ്. അപ്പോൾ അത് സ്ത്രീകൾക്ക് അധികം മൂലധനം ഇല്ലാതെ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമായി മാറുകയും ഡോക്യുമെൻ്ററി സിനിമ ചരിത്രത്തിൽ എപ്പോഴും സ്ത്രീകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പക്ഷെ അതേസമയം നമ്മുടെ ഈ പറഞ്ഞ പോലെ കുഞ്ഞിലെ തുടങ്ങിയ ഈ ഫാഷിസ്റ്റ് കാലഘട്ടത്തിൽ എത്രത്തോളം ഇത് ഉണ്ടാക്കപ്പെടുന്നു, എത്രത്തോളം ഇത് എക്സിബിറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതും രണ്ടും മാറിക്കഴിഞ്ഞു. കാരണം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഡോക്യുമെൻ്ററി ഓർമ്മജീവികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാകും, കോഴിക്കോടുള്ള സംഗീത കൾച്ചറുകളെ കുറിച്ചുള്ളൊരു ഡോക്യുമെൻ്ററിയാണ്. അപ്പോൾ അതാണ് ലാസ്റ്റായിട്ട് PSBTയും ദൂരദർശന് ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ഇല്ല, അവർ നൽകുന്ന ഫെലോഷിപ്പിൽ നിന്ന് നമുക്ക് 15 പേർക്ക് എല്ലാ വർഷവും കുറേ വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ നടന്നിട്ടുള്ള പല ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കേഴ്സും ആദ്യമായിട്ട് ഉണ്ടാക്കിയത് PSBT സിനിമകളാണ്. പക്ഷെ ഞാൻ ആ സിനിമ ഉണ്ടാക്കുമ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ ഒന്നും ഒബ്ജെക്ഷനബിളായിട്ട് കാണുകയില്ലെങ്കിലും അതിൽ 3 മെൻറ്റേഴ്സ് ദൂരദർശൻ അവർ തരുന്ന റിപ്പോർട്ടിൽ എന്നോട് ചോദിച്ചത്, എന്തിനാണ് ഈ ഇങ്ങനത്തെ വയസ്സായിട്ടുള്ള ഈ മുസ്ലിം ആണുങ്ങൾ ഇരുന്ന് പാട്ട് കേൾക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ സിനിമ ഉണ്ടാക്കുന്നത് എന്നുള്ള ചോദ്യമാണ്. പക്ഷെ ആ സിനിമ നമ്മൾ അതേപോലെ ആ സിനിമയായിട്ട് ചെയ്യുകയും പിന്നെ അങ്ങനെ ഒരു ഫെലോഷിപ്പേ ഇല്ല ഇന്ത്യയിൽ. 2017 ശേഷം പിന്നെ അങ്ങനത്തെ ഒരു ഫെലോഷിപ്പ് ഇല്ല. അപ്പോൾ എവിടെ എന്ത് തരം റിസോഴ്സസിൽ നിന്നാണ് നമ്മളൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കേണ്ടതെന്നുള്ള ചോദ്യം അത് ആണുങ്ങളെ സംബന്ധിച്ചോളം ഉണ്ട്, അതിൽ കൂടുതൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കഥകൾ സ്വീകരിക്കുന്നതിനെ തിരഞ്ഞെടുക്കുന്നതിനെ ബാധിക്കുന്നുണ്ടോ? എനിക്കങ്ങനെ പേഴ്സണലി തോന്നിയിട്ടില്ല. കാരണം ഇന്നത്തെ നമ്മളുടെ ഒരു ടെക്നോളജിയും ഡിജിറ്റൽ ഏജിലും നമുക്ക് എങ്ങനെ ഏത് വിധേനയും സിനിമ എടുക്കാൻ പറ്റും എന്നുള്ളതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സൊസൈറ്റി അല്ലെങ്കിൽ ഓൺലൈൻ ബുള്ളിങ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള തരത്തിൽ സിനിമനെ മീഡിയത്തിനെ എക്സ്പെരിമെൻ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. റിസപ്ഷൻ അപ്പുറത്തേക്ക് പ്യുവർ ഫൺ ഫോർ ഫിലിം മേക്കിംഗ് എന്ന രീതിയിൽ ആളുകൾ അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്തരം ചെയ്യുന്ന സിനിമകൾ ഏത് തരത്തിലുള്ള റിസപ്ഷൻ അതിന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ സിനിമകളുണ്ട്, അത് നമ്മൾ കാണുന്നുണ്ടാവില്ല. ലൈക്ക് ബേസിക്കലി ഇപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഒരു ഫിലിം ഫെസ്റ്റിവലിൽ പോകുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് തന്നെയല്ല IDSFKയിൽ പോകുകയാണെങ്കിൽ ദർ ഈസ് ലൈക്ക് വണ്ടർഫുൾ ഡോക്യുമെൻ്ററീസ് ഈ സബ്ജക്ട്സിലൊക്കെ. ഇപ്പോൾ ഞാൻ ഈ അടുത്തൊരു ഡോക്യുമെൻ്ററി കണ്ടു, അത് ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം, ഇറ്റ്സ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. എനിക്ക് IDSFKയിൽ കോമ്പറ്റീഷൻ കാറ്റഗറി ഉണ്ടായിരുന്നു. ജംഗ്ലി റാണി എന്ന് പറഞ്ഞിട്ട് ഒരു വുമൺ ഫിലിം മേക്കറാണ് എടുത്തിട്ടുള്ളത്. അതിലൊരു B ഗ്രേഡ് മൂവീൻ്റെ സെറ്റ് ഒരു എസ്തെറ്റിക് ആ ഫിലിമിനുള്ള. അതിൽ ഒരു ഓൾ മെയിൽ ക്രൂ ഒരു ഫീമെയിൽ ആക്ട്രസിനെ ഓൺ സെറ്റിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതാണ് ത്രൂ സിനിമ. അപ്പോൾ നമ്മൾ ഗാസ്പർ നോയിൻ്റെ ഒരു വോർട്ടക്സ് കാണുന്ന പോലത്തെ അങ്ങനത്തെ ഒരു എൻഡിങ് ഒക്കെ അതിനുള്ള. അതിൽ ഫീമെയിൽ ഫിലിം മേക്കറാണ്. ടുവേർഡ്സ് ദി എൻഡ് അത് ക്ലിയർലി മെൻഷൻഡ് ആണ്, ഇൻഫ്ലുവൻസ്ഡ് ബൈ ഗാസ്പർ നോ എന്നുള്ളത്. പക്ഷേ അങ്ങനെ ഒരു സിനിമ ഒക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനത്തെ സിനിമകളും ഷോർട്ട് ഫിലിമായിട്ടും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഈ സിനിമകൾക്ക് ഇതിനപ്പുറത്തേക്ക് ഒരു വിസിബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ സിനിമ ചെയ്യാതിരിക്കുന്നില്ല എന്ന് തോന്നുന്നു. പിന്നെയുള്ള ഒരു സംഗതി എനിക്ക് തോന്നിയത്, ഇപ്പോൾ ഇഫ് ഐ ആം മേക്കിംഗ് എ വെരി ആർട്ട് ഹൗസ് ഫിലിം, ഞാൻ ഭയങ്കര എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള ആർട്ട് ഹൗസ് ആയിട്ടുള്ള ഒരു സിനിമ എടുക്കണമെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാവ് എ വൈഡ് റിസപ്ഷൻ. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യണം. ബിക്കോസ് ഐ ആം മേക്കിംഗ് സംതിങ് എൽസ്. ഞാനതൊരു പേഴ്സണൽ പ്രൊജക്റ്റോ അല്ലെങ്കിൽ ഒരു പാഷൻ പ്രൊജക്റ്റായിട്ട് ചെയ്യുന്ന സംഗതിക്ക് ഒരു വൈഡ് സ്പ്രെഡ് അക്ലെയിം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് ചെയ്തതിൽ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മെയിൻ സ്ട്രീമിൽ ഇപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ അതിന് ശക്തമായിട്ടുള്ള ഓൺലൈൻ ബുള്ളിങ് ഉണ്ടെങ്കിൽ തന്നെ ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളത് വിസിബിളി കാണുന്ന
ആ ഒരു ഔട്ട്റേജിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റത്തെ ഒരു 10-20 കമൻസിനപ്പുറത്തേക്ക് ദർ ആർ പീപ്പിൾ ഹു ആർ റിയലി അപ്രീഷിയേറ്റിംഗ് ഇറ്റ്. അത് ചിലപ്പോൾ അതിൻ്റെ ബോക്സ് ഓഫീസിലുള്ള ഒരു റിസപ്ഷൻ കൊണ്ടായിരിക്കില്ല. മേ ബി ഇറ്റ് ക്യാൻ ലീവ് ആഫ്റ്റർ. സിനിമ അങ്ങനെ ഞാൻ ബിലീവ് ചെയ്യുന്നത്, ഇറ്റ് ലീവ്സ് ആഫ്റ്റർ. അത് ബോക്സ് ഓഫീസിൽ അതിന് റിസപ്ഷൻ കിട്ടിയോന്നില്ലെങ്കിൽ അപ്പുറത്തേക്കും ഇറ്റ്സ് നെസസറി ഫോർ സസ്റ്റെയിൻ ബേസിക്കലി. പക്ഷേ അതിനപ്പുറത്തേക്കും ആ സിനിമേൻ്റെ എക്സിസ്റ്റൻസിനെ ഞാൻ വാല്യൂ ചെയ്യുന്നുണ്ട്. സോ മൂത്തോൻ പോലൊരു പടമൊക്കെ നമ്മൾ അന്ന് റിലീസ് ചെയ്തപ്പോൾ ഞാൻ കൊച്ചിയിലൊരു തിയേറ്ററിനാണ് പോയത്. എൻ്റെ ബാക്കിലുള്ള എല്ലാവരും ഇരുന്ന് ചിരിക്കുന്നു സിനിമ കാണുമ്പോൾ. എനിക്ക് സീരിയസ് ആയിട്ട് പോലെ സിനിമ കാണാൻ പറ്റില്ല. ഞാൻ കണ്ട ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ഗേ റൊമാൻസ് സീൻസ് അതിലുള്ള ബീച്ച് സീനാണ് സ്റ്റിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. സോ അന്ന് ആ ഫിലിം ഭയങ്കര പുവറായിട്ട് റിസപ്റ്റ് ചെയ്തെങ്കിലും ആഫ്റ്റർ ദാറ്റ് സോഷ്യൽ മീഡിയയിലാണെങ്കിലും എല്ലായിടത്തും ഈ സിനിമ ഭയങ്കരമായിട്ട് അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ അങ്ങനത്തെ സിനിമകളും കാണുന്ന വലിയൊരു പ്രേക്ഷകർ പുറത്തുണ്ട്. സോ മെയിൻ സ്ട്രീമിലും നമ്മൾ ഐ തിങ്ക് ഈ ഫോർ ജെൻഡർ ബേസ്ഡ് ഫിലിം മേക്കേഴ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ ജോൺറ ഇപ്പോൾ നമുക്കൊരു പാസേജസ് പോലത്തെ ഒരു സിനിമയൊക്കെ ഇവിടെ ഇമാജിൻ ചെയ്യാൻ പറ്റുമോ ഇന്നത്തെ കാലത്ത്? ലൈക്ക് വിത്ത് സോ മച്ച് ഒരു ഗേ റിലേഷൻഷിപ്പിൻ്റെയും ബൈസെക്ഷൽ റിലേഷൻഷിൻ്റെ ഉള്ളിൽ കോംപ്ലക്സിറ്റീസിലേക്കൊക്കെ പോകുന്ന, അതും ഫണ്ണായിട്ട് കാണിക്കുന്ന, ഫ്ലോസ് ഉള്ള ഒരു ബൈസെക്ഷൽ ക്യാരക്ടറിനെ കാണിക്കുന്ന തലത്തിലേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ മെയിൻ സ്ട്രീം സിനിമയിലേക്കും ചെയ്യാനും അതിനുള്ള ഒരു അവസരം ഉണ്ടാവണമെന്ന് തോന്നുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മെയിൻ സ്ട്രീമിൽ തന്നെ അങ്ങനത്തെ സിനിമകൾ ഇന്ന കൊമേഴ്ഷ്യൽ ടേസ്റ്റിൽ ഉണ്ടാക്കിയാൽ ഐ എം ഷുവർ പീപ്പിൾ ആർ ഗോയിങ് ടു അക്സെപ്റ്റ് ഇറ്റ്. നമ്മൾ ഈ പബ്ലിക് വിസിബിൾ ഔട്ട്റേജിൻ്റെ അപ്പുറത്തേക്ക് ഫിലിം ലവേഴ്സ് ആയിട്ടുള്ള വലിയൊരു സിനി ഫൈൽസ് കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളെ പോലെ ഇങ്ങനെ ഡിസ്കവർ ചെയ്തും സെലിബ്രേറ്റ് ചെയ്തും കാണുന്ന, പക്ഷേ ഇവരൊന്നും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവോ വോക്കലായിരിക്കണം എന്നില്ല. സോ ഫോർ ഫിലിം ആസ് എ എസ്തെറ്റിക് ആൻഡ് ആസ് എൻ ആർട്ട് അല്ലെങ്കിൽ പീസ് ഓഫ് വർക്ക് എന്നുള്ള രീതിയിൽ അതിനെ കാണുന്ന സീരിയസ് ആയിട്ടുള്ള ഓഡിയൻസ് ഇവിടെ ഉണ്ട്. സോ ഐ തിങ്ക് ഇഫ് യു മേക്ക് ഇറ്റ് പീപ്പിൾ ആർ ഗോണ ലൈക്ക് ഇറ്റ്. യെസ്, നേരത്തെ പറഞ്ഞ പോലെ ഈ ചർച്ചകളുടെ ഒക്കെ വലിയ തുടക്കമുണ്ടാകുന്ന ഒരു പക്ഷേ 2017 ഫെബ്രുവരിക്ക് ശേഷമായിരിക്കും. WCC ഫോം ചെയ്തതിന് ശേഷവും മലയാള സിനിമയിൽ വലിയ രീതിയിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഫങ്ഷണലി ഇതെങ്ങനെയായിരിക്കണം എന്നുള്ള വലിയ ചർച്ച ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഈ പറഞ്ഞ പോലത്തെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, IC വരുന്നു. പക്ഷെ അപ്പോഴും ഇതെല്ലാം ഒരു തലവേദനയായി കാണുന്ന സെറ്റുകളും ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഏറ്റവും റീസെൻ്റ്ലി മാമിൻ്റെ പുസ്തകം പുറത്തിറങ്ങിയ സമയത്തും അതിലെ കുലപതി സ്ഥാനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അതിലൊരു മാറ്റം ഇല്ലാതെ തുടരുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഈ പറഞ്ഞതിനോടൊക്കെ തുടർച്ചയായിട്ട് പറഞ്ഞാൽ വിഷയത്തിൽ ഊന്നി പറയുകയാണെങ്കിൽ ആദ്യത്തെ ഭാഗം WCCക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ക്ലെയിം ഉണ്ടോ? അങ്ങനെ ഒരു ക്ലെയിമില്ല. കാരണം 2017 തൊട്ട് തുടങ്ങിയ യുദ്ധം ഇപ്പം അവസാനിക്കുമ്പോൾ ജൂറി മെമ്പറായിട്ടുള്ള ഒരു വ്യക്തിക്ക് ജൂറി ചെയർപേഴ്സൻ്റെ അടുത്ത് നിന്ന് നേരിടേണ്ടി വന്ന, അതിന് ഒരു നീതിയും ഇല്ലാതെ തുടരുന്ന കള്ളിയിൽ നിൽക്കുമ്പം നമ്മൾ ബാക്ക് ടു സ്ക്വയർ വൺ തന്നെയാണ്. അപ്പോൾ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് WCC എന്തെങ്കിലും മാറ്റം വരുത്തിയോ എന്ന് ചോദിച്ചാൽ റിയലി ഡൗട്ട്. നമ്മൾ പോളിസിയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, എഴുതി കൊടുത്ത കാര്യങ്ങളൊക്കെ ഇന്നലെ സ്ക്രോൾ ചെയ്യുന്നത് കണ്ടു. ഫെഫ്കയുടെ ആവശ്യം ഒക്കെ സർക്കാർ നിവർത്തിച്ചു കൊടുത്തു എന്ന് എഴുതി കാണിക്കുന്നത് കണ്ടു. അതിൽ അത്ഭുതമൊന്നും തോന്നിയില്ല. പക്ഷേ അങ്ങനെയൊക്കെ അവരൊക്കെ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഈ WCCക്ക് നിലനിൽക്കേണ്ട ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല. തീമിലേക്ക് വന്നാൽ ഗെയ്സാണ് എന്താണ് 75 ലോറ മെൽവ എഴുതിയ അവിടെ മുതൽ തുടങ്ങുക ഗെയ്സ് എന്ന് പറയുന്നത്. സിനിമയിലുള്ള ഒന്നും ഒരു കാഴ്ച പോലും നമുക്കറിയാം ന്യൂട്രൽ അല്ല. വി കോൾ ഇറ്റ് എ ഫ്രെയിം, മീനിങ് നമ്മളത് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. റിജക്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് നല്ല ബോധമുണ്ട്, പ്രൊജക്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് നല്ല ബോധമുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് വളരെ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ എൻജൻഡേർഡ് ആയിട്ടുള്ള പൊസിഷനിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമുക്കൊരു സിനിമയെ കാണാൻ പറ്റുള്ളൂ, അതിൻ്റെ ഗെയ്സിനെ പറ്റി സംസാരിക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടുള്ള മനുഷ്യരുടെ എന്തോ റിഫ്ലക്ഷനാണ് സിനിമ എന്ന് പറഞ്ഞാൽ ആബ്സല്യൂട്ട്ലി റോങ്. അത് കൃത്യമായിട്ട് കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിനിമ എന്ന പേരിൽ മുന്നോട്ട് വെക്കുന്നത് വെറുതെ കൺസ്ട്രക്റ്റ് ചെയ്തൊരു കാഴ്ചയാണെങ്കിൽ നമ്മളൊരു പക്ഷെ മറന്നു പോയേക്കും. അതുകൊണ്ട് ഓവർ ആൻഡ് ഓവർ നമ്മളുടെ അടുത്ത് ഒരേ തരം കൺസ്ട്രക്റ്റുകൾ ആവർത്തിച്ച് മെയിൽ എന്തായിരിക്കണം, ഫീമെയിൽ എന്തായിരിക്കണം എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മളുടെ ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുത്തത്. വ്യൂവറായിട്ടുള്ള ഓരോരുത്തരുടെയും ഐഡൻറ്റിറ്റിയുടെ മേലെ വ്യൂവറിന്
വളരെ കുറച്ച് മാത്രമേ പങ്കുള്ളൂ. ആ വ്യൂവറിനെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ എത്ര പ്രധാനമായിട്ടുള്ള റോളാണ് ഈ കാഴ്ചകൾ നമ്മളെ മുന്നിൽ വരുത്തിയത് എന്ന് നമുക്കറിയാം. ഇപ്പം നമുക്ക് അത് തിരിച്ചറിയാം. അത് തിരിച്ചറിയുന്നതിൻ്റെ ഭാഗമായിട്ട് ഹൗ ഡു വി റീഡ് എ ഫിലിം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കൂട്ടായ്മകൾ, ഇങ്ങനത്തെ കലക്റ്റീവുകളുടെയൊക്കെ പ്രധാന ദൗത്യവും അത് തന്നെയാണ്. എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ അകത്ത് ബ്രേക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ എലീറ്റായിട്ടുള്ള ഹെട്രോസെക്ഷലായിട്ടുള്ള മെയിലിൻ്റെ കഥ പറച്ചിൽ മാത്രം നമുക്ക് കഥ പറച്ചിലായിട്ട് തോന്നിയത്. വളരെ പഴയ ഒരു തിയറി വീണ്ടും നമ്മളിപ്പോഴും ആവർത്തിക്കേണ്ടി വരുന്നത് സിനിമ ഒട്ടും മാറിയിട്ടില്ല എന്നതുകൊണ്ടാണ്. ഇപ്പോഴും ക്യാപിറ്റൽ കൈയാളുന്നത് മെയിൽ തന്നെയാണ്. അതിൻ്റെ ഫ്രെയിമിങ്ങിന് കൃത്യമായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. എത്ര തന്നെ ഹൗ എവർ മച്ച് യു ക്ലെയിം ടു ബി ഇൻഡിപെൻഡൻറ്റ്, നമ്മൾ ഇൻഡിപെൻഡൻ്റ് അല്ല. അതിലേറ്റവും ഭയാനകം ആയിട്ടുള്ളത് അവസാനം പറഞ്ഞ നാഷണൽ അവാർഡ് കിട്ടിയ സിനിമ ഔട്ട് ആൻഡ് ഔട്ട് റൈറ്റ് വിങ് ആണ്. പേടിക്കാനൊന്നുമില്ല. നമുക്ക് ആ ദൂരം, ആ അകലം നമുക്ക് മാറ്റി നിർത്താം. പക്ഷെ നമ്മൾ ആദ്യം നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള നീലക്കുയിലിനെ ഇന്നും നമ്മൾ വിചാരണയ്ക്ക് എടുക്കുന്നില്ല എങ്കിൽ നമ്മൾ കാര്യമായിട്ടുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്, ഏറ്റവും സട്ടിലായിട്ട് ഒളിച്ചു കടത്തുന്ന ലെഫ്റ്റിനകത്തുള്ള റൈറ്റ് ഉണ്ടല്ലോ, റൈറ്റ് ഇൻ ഡിസ്ഗൈസ്, ഹൗ ലെഫ്റ്റ് ഇസ് ലെഫ്റ്റ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. കാരണം അതിൽ നീലി എന്ന ഒരു ദളിത് സ്ത്രീയെ പ്രസവിച്ച് അവളുടെ കുട്ടിയെ ഉണ്ടാക്കി കൊടുത്ത് അവൾ കൊന്നതിന് ശേഷം അയാളുടെ തരിശ് ദാമ്പത്യത്തിലേക്ക് വീണ്ടും ഒരു മെയിലായിട്ടുള്ള ഒരു ആൺകുട്ടിയെ തിരിച്ചു കയറ്റിയ കുറ്റത്തിന് നമ്മൾ നീലക്കുയിലിനെ വിചാരണ ചെയ്യാൻ തയ്യാറല്ല. നമുക്ക് റൈറ്റ് വിങ്ങിനെ വളരെ കൃത്യ അകലത്തിൽ ഇത് റൈറ്റാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താനുള്ള സൗകര്യമെങ്കിലും ഒരു സേഫ്റ്റി വാൾവെങ്കിലും റൈറ്റ് വിങ്ങിനുണ്ട്. അത് ലെഫ്റ്റ് വിങ്ങിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, ലെഫ്റ്റ് എന്ന് പ്രിട്ടൻഡ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് വിടുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഡബിളി കോഷ്യസ് ആയിട്ട് കാണേണ്ടത്. അതുകൊണ്ട് സ്ത്രീപക്ഷ സിനിമകൾ എന്ന് പറയുന്ന സിനിമകളെ വളരെ വളരെ പേടിക്കേണ്ടതുണ്ട്. ഇത് ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ഔട്ട്ലുക്കാണ് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് യു ഹാവ് ഗോട്ട് ടു റീഡ് ആൻഡ് റീഡ്. ഇതെങ്ങനെയാണ് പൊളിച്ചു കളയുക എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗെയ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ കാണുന്ന ക്യൂർ ഗെയ്സ് തന്നെയാണ്. ഈ പറഞ്ഞ ഫ്രോസണും റിജിഡും ഒക്കെ ആയിട്ടുള്ള ബൈനറികളെ പൊളിച്ചുകൊണ്ടല്ലാതെ ഇത്തരം കലക്റ്റീവുകൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രധാനമായും ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യം അതുതന്നെയാണ് എന്ന് തോന്നുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ തിരുത്തലുകൾ, നീലിയെ കൊന്ന കുറ്റത്തിന് സിനിമയെ വിചാരണ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോയാൽ മാത്രമേ അകത്തേക്ക് തന്നെ നോക്കി അകത്ത് എത്ര ലെഫ്റ്റാണ് നമ്മൾ ഓരോരുത്തരും എന്ന് നോക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഇല്ലെങ്കിൽ ഫാസിസം എന്ന് പറയുന്നത് പുറത്ത് നടക്കുന്നതും വീട്ടിനകത്ത് ഭാര്യ എഴുതണ്ട എന്ന് തീരുമാനിക്കുന്ന കുലപതികൾക്ക് ഇവിടെ വാഴാൻ പറ്റുകയും ചെയ്യുന്നത് അകത്ത് നടക്കുന്നതും ഫാസിസം തന്നെയാണ് എന്നും അത് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട് എന്നും ഓരോരുത്തരും അകത്തേക്ക് നോക്കിയിട്ട് ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് തന്നെ വേണം പുറത്തേക്ക് നോക്കിയിട്ടും ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് എന്നുമാണ് ഈ കോണ്ടെക്സ്റ്റിൽ പറയാനുള്ളത്. ഇതിനോട് എക്സ്റ്റെൻഡ് ആയിട്ട് തന്നെ കുഞ്ഞിലയിലേക്ക് വരാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ സിനിമയുടെ ആവിഷ്കാരത്തിലേക്ക് വരുന്ന മെയിൽ ഗെയ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടായി. ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പം സിനിമ സൃഷ്ടിക്കപ്പെട്ട കാലം മുതലേ ഇത് അധികാരബോധത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ട് വന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ കാഴ്ചക്കാരും ഭൂരിഭാഗവും പുരുഷന്മാർ തന്നെയാണ്. ഇപ്പം ഇവിടെ നമ്മൾ സൃഷ്ടിക്കുന്ന സിനിമയാണെങ്കിലും കാഴ്ചക്കാരിൽ കൂടുതലും അത് ആണുങ്ങൾ തന്നെയാണ്. അപ്പം നോട്ടം മിക്കവാറും പുരുഷൻ്റേതാവാറുണ്ട് സിനിമയിൽ. ഇത് ഏതെങ്കിലും തരത്തിൽ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഒരു ഗെയ്സ് ഉണ്ടാക്കുകയും സിനിമകൾക്ക് പ്രേക്ഷകരെ പ്രീതിപ്പെടുത്തണമെങ്കിൽ മെയിൽ ഗെയ്സിൽ നിന്ന് തന്നെ നരേറ്റീവുകൾ സൃഷ്ടിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ബോധം ആസ് എ ഫീമെയിൽ മേക്കർ, ഞാൻ പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ല, അത്തരത്തിലുള്ളൊരു ഗെയ്സ് അല്ലെങ്കിൽ അത്തരത്തിലൊരു ചിന്താഗതി ഇവിടെ ഉണ്ടായി വരുന്നുണ്ടോ? ബിക്കോസ് നമ്മൾ കാണുന്ന ഫെമിനിസ്റ്റ് പേഴ്സ്പെക്റ്റീവിലുള്ള സിനിമകളിൽ പോലും പലപ്പോഴും അതൊരു ആൺബോധത്തെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഫീമെയിൽ പോർട്രയൽസ് ആയി മാറുന്നുണ്ട്. ഇതിനെങ്ങനെയാണ് കാണുന്നത്? എനിക്ക് ആക്ച്വലി എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം തന്നെയാണ്, നമ്മൾ ഈ മെയിൽ ഗെയ്സ് എന്ന് പറയുന്നത് സംഭവം ആണുങ്ങളെടുക്കണ സിനിമകൾക്ക് മാത്രമല്ല, സ്ത്രീകളെടുക്കണ, ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകളെടുക്കണ സിനിമകൾക്കും ഉള്ളൊരു സംഗതിയാണ്. അത് പറയണ കഥയുടെ ആ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് മാത്രമല്ല, ഇപ്പം സിനിമ ഒരു ഓഡിയോ വിഷ്വൽ മീഡിയം എന്നുള്ളതിൽ ആ വിഷ്വൽ ലാംഗ്വേജിലുള്ള ഗെയ്സ് അങ്ങനെ ഒരുപാടുണ്ടല്ലോ. അപ്പം സിനിമയുടെ ഗെയ്സ് എത്രയോ കാലമായിട്ടൊരു എനിക്കെപ്പോഴും
ഓർമ്മ വരും. ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ട് സിനിമകളിൽ റേപ്പ് സീൻ നടക്കണേ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സെക്ഷൽ അഡ്വാൻസ് നടത്തുന്നതിന് മുമ്പുള്ള ഷോട്ടിൻ്റെ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കാണുന്നു. പിന്നെ അപ്പോൾ നമ്മൾ എന്നിട്ട് കട്ട് ചെയ്യും, ഇയാളുടെ ഇച്ചിരി കൂടെ ക്ലോസിലേക്ക് കട്ട് ചെയ്യും. ഇയാൾ ആരെയാണ് നോക്കണേ, എങ്ങടാണ് നോക്കണേ എന്നുള്ള ക്ലോസ്. അപ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ എന്താണ് അതിൻ്റെ പറയുക സിനിമയുടെ ലാംഗ്വേജ്. അപ്പോൾ അയാൾ ഏത് ഡയറക്ഷനിലാണ് നോക്കണേന്ന് കട്ട് ചെയ്യും. പിന്നെ നമ്മൾ ആ സ്ത്രീയുടെ ഏതെങ്കിലും ശരീരഭാഗത്തിലേക്ക് കട്ട് ചെയ്യും, വയറോ, അതായത് എക്സ്പോസ്ഡ് ആയിട്ടുള്ള സാരി ഉടുത്തിട്ടുള്ള സ്ത്രീ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ക്ലീവേജ് കാണുന്നുണ്ടായിരിക്കാം. അപ്പോൾ ആ ശരീരഭാഗത്തിലേക്ക് കട്ട് ചെയ്യും. അപ്പോൾ ഇയാൾ അതാണ് കാണുന്നത്. പിന്നെ അയാൾക്ക് വികാരം വരുന്നതിൻ്റെ ഷോട്ടിലേക്ക് കട്ട് ചെയ്യും. അപ്പം ഇത് ഈ എന്താണ് സിനിമ ലാംഗ്വേജ്. പിന്നെ നടക്കുന്നത് അയാൾ സെക്ഷലി അവരെ അൺവാണ്ടഡ് സെക്ഷൽ അഡ്വാൻസ് അല്ലെങ്കിൽ റേപ്പ്, ഇതാണ് നടക്കുന്നത് സിനിമയിൽ. അപ്പം ഇതാണ് എത്രയോ കാലമായിട്ട് ഇപ്പോഴും നമ്മൾ റേപ്പ് പോർട്രേ ചെയ്യുമ്പോൾ സിനിമയിൽ അത് ആ ലാംഗ്വേജാണ്. പുരുഷൻ നോക്കുന്നു, സ്ത്രീയുടെ ശരീരഭാഗം എക്സ്പോസ്ഡ് ആയിട്ടുള്ള ശരീരഭാഗം കാണുന്നു, അയാൾക്ക് സെക്ഷൽ എന്താന്ന് പറയാം ലൈംഗിക ഉത്തേജനം ഉണ്ടാകുന്നു, ലൈംഗിക ഉത്തേജനം സമം ബലാത്സംഗം എന്ന് എത്രയോ കാലമായിട്ട് നമ്മൾ ആൾക്കാരെ പറഞ്ഞു പഠിപ്പിക്കുകയാണ് സിനിമയുടെ ലാംഗ്വേജ് വെച്ചിട്ട്. ബേസിക്കലി എന്താണത്? അപ്പം ഇത് കണ്ട് പഠിച്ച് വരുന്നവർ തന്നെയാണ് നീ ആ രാത്രി എന്തായിരുന്നു നീ ധരിച്ചിരുന്ന വേഷം എന്ന് ചോദിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എന്നുള്ള കാഴ്ചപ്പാട് പറയുന്ന നമ്മുടെ നീതിന്യായ വ്യവസ്ഥയും ജഡ്ജിമാരും കോടതികളും ഉൾപ്പെടെ ഈ സിനിമകൾ കണ്ടിട്ടല്ലേ വളരണേ. അല്ലെങ്കിൽ അവരുടെ ബോധ്യത്തിൽ നിന്നാണല്ലോ ഈ ലാംഗ്വേജ് ഉണ്ടായി വരുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫീഡ് ചെയ്യണ സംഗതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുന്നു, അത് നമ്മൾ സിനിമയിൽ അങ്ങനെ എടുത്തു വയ്ക്കുന്നു, നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുന്നു കൂടുതൽ. അങ്ങനെ ആലോചിക്കുമ്പം ഇത് കണ്ടു വളരുന്ന ആണുങ്ങൾ മാത്രമല്ലല്ലോ, ഫീമെയിൽ ആയിട്ടുള്ള ഫിൽം മേക്കേഴ്സും റൈറ്റേഴ്സും ഒക്കെ എത്രയോ ഫീമെയിൽ റൈറ്റേഴ്സ് ഒരു ആൺ ഭാഷ ഉപയോഗിച്ച് എഴുതുന്നതും വളരെ മെയിൽ പെർസ്പെക്റ്റീവിൽ എഴുതുന്നതും ഒക്കെ കാണാറുണ്ട്. ഞാൻ എഴുതുമ്പോൾ ഞാനെപ്പോഴും സുഹൃത്തുക്കളുടെ അടുത്ത് തിരക്കഥ ഷെയർ ചെയ്യുന്ന സമയത്ത് അവർ പോയിൻ്റ് ഔട്ട് ചെയ്യാറുണ്ട്, ഇവിടെ നീ ചെയ്തിരിക്കുന്നത് ഒരു ടിറ്റിലേറ്റിംഗ് ഇഫക്റ്റ് ഉണ്ട്, ഇക്കിളിപ്പെടുത്തുന്ന ഇഫക്റ്റ് ഉണ്ടാക്കും, ഈ ഡയലോഗ് അങ്ങനെ ആണ് എഴുതിപ്പെട്ടിരിക്കുന്നത് പറയുമ്പോഴാണ് ഞാൻ പോലും അത് റിയലൈസ് ചെയ്തിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് എനിക്ക് തോന്നണേ അതെങ്ങനെ മാറ്റാന്നായിരുന്നു ചോദിച്ചത്. ഞാനത് എങ്ങനെയാണ് നമ്മുടെ പേഴ്സ്പെക്റ്റീവിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, മാറ്റുന്നതും? പേഴ്സ്പെക്റ്റീവിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പല ഫീമെയിൽ ഓഥേഴ്സും അല്ലെങ്കിൽ ഫീമെയിൽ എന്നല്ല പല ആൾക്കാരും ഇതിനെപ്പറ്റി അവെയർ അല്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഇതാണ് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കണതെന്ന്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എഴുതുന്ന സമയത്ത് എനിക്ക് ആ ബോധമില്ലാത്തതുകൊണ്ടാണല്ലോ അങ്ങനെ എഴുതി വയ്ക്കുന്നത്. അപ്പം ആ ബോധ്യം ഉണ്ടായി വരിക എന്നുള്ളത് വന്നാലല്ലേ നമുക്ക് ഈ പെർസ്പെക്റ്റീവിനെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ അൾട്ടിമേറ്റ്ലി ആ മെയിൽ ഗേസ് ഈ ഒരു റേപ്പ് കൾച്ചർ തുടങ്ങി ഭയങ്കരമായിട്ട് നമ്മളൊരു ആണധികാര ബോധത്തിൽ നിന്ന് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള ആർട്ട് ഉണ്ടാവാനാണ് അത് വഴിവെക്കുന്നത്. അത് മെജോറിറ്റി ആയിട്ടുള്ള സിനിമകൾ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഇങ്ങനെയുള്ള സദസ്സുകളിൽ ഇരുന്ന് ചർച്ച ചെയ്യുന്ന നമ്മളെപ്പോലുള്ളവർ ഇതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുന്നു എന്നല്ലാണ്ട് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന ഭൂരിഭാഗം സിനിമകളുടെ മേക്കേഴ്സ് ഇതിനെ പറ്റിയിട്ടൊന്നും ആലോചിക്കുന്നില്ല. അത് നോർമലായിട്ടുള്ള സിനിമയുടെ ലാംഗ്വേജ് ഇതാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടേ ഉള്ളൂ. ആൻഡ് ഇൻ ജനറൽ എനിക്ക് എപ്പോഴും തോന്നും മലയാളത്തിലെ ഭൂരിഭാഗം സിനിമകളും ഒരു ഓഥർഷിപ്പ് അല്ലെങ്കിൽ ഒരു ഡയറക്ടറിൻ്റെ മുഖമുദ്ര, ഒരു പ്രത്യേകതരം എടുപ്പ്, വീക്ഷണകോൺ, അങ്ങനെയൊന്നും ഒരു നിർബന്ധമുള്ള ആൾക്കാരായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വളരെ ചുരുക്കം ഇപ്പം ദിലീഷ് പോത്തൻ അല്ലെങ്കിൽ ലിജോ ജോസ് പെല്ലിശ്ശേരി അല്ലെങ്കിൽ ജിയോ ബേബി അല്ല, അങ്ങനെ ഞാൻ പറയണ കുറച്ച് ഡയറക്ടേഴ്സിനല്ലാണ്ട് ഇന്ന ഡയറക്ടറിൻ്റെ സിനിമ ഇന്നയാളുടെ സിഗ്നേച്ചർ സ്റ്റൈൽ എന്ന് പറയണ പോലത്തെ ഒരു ലാംഗ്വേജ് ഇല്ല. എല്ലാവരും ഒരേപോലെയൊക്കെ സിനിമ എടുക്കണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, കുറച്ച് ഡയറക്ടേഴ്സ് ഒഴികെ. അപ്പം ഈ എല്ലാവരും ഒരേപോലെ എടുക്കണ സിനിമ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ എത്രയോ കാലമായിട്ട് പിന്തുടർന്ന് വരുന്ന ഞാൻ ഈ പറഞ്ഞ ഒരു വിഷ്വൽ ലാംഗ്വേജിലുള്ള പോലത്തെ സിനിമകളാണ്. അപ്പോൾ ആ പെർസ്പെക്റ്റീവിനെ
നമ്മളുടെ പെർസ്പെക്റ്റീവ് അങ്ങനെയാണ് അത് ഷേപ്പ് ചെയ്തിരിക്കുന്നത്. അത് മാറണം എന്നുണ്ടെങ്കിൽ ഒന്നാമത് അത് നമ്മൾ അവെയർ ആവണം. അത് തുടരുന്നിടത്തോളം ഈ ഒരു പ്രചരണം ഓഫ് പേട്രിയാർക്കി നടക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, അവെയർ ആവുക എന്നുള്ള സംഗതി നമ്മൾ അവെയറായിട്ട് കാര്യമുണ്ടോയെന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഈ പറഞ്ഞ ഒരേപോലത്തെ സിനിമകൾ എടുക്കുന്ന ആൾക്കാർ, നമ്മൾ ഈ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരേപോലത്തെ ലാംഗ്വേജ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ഒരു നല്ല ലാംഗ്വേജ് അല്ല എന്നുള്ള ബോധം ഉണ്ടാവണ്ടേ എന്നുള്ളതാണ് സംശയം. അതൊക്കെ എന്ന് നടക്കുമോ എന്തോ. ജിയോ ബേബിയുടെ എടുത്ത് പറഞ്ഞതുകൊണ്ടുകൂടെ അതിലേക്ക് തന്നെ വരാം. ഇപ്പം ഒരു മെയിൽസ് ഗേസിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് ആസ് എ മെയിൽ ഒരു സിനിമയുടെ കഥയിലേക്ക് വരികയാണല്ലോ. ഇപ്പം ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആണെങ്കിലും കാതലാണെങ്കിലും ഇവിടെയൊക്കെ മറ്റൊരു ജെൻഡർ ഐഡൻറ്റിറ്റിയുടെ കഥയാണ് നമ്മൾ പറയേണ്ടി വരുന്നത്. പക്ഷെ ആസ് എ മെയിൽ എങ്ങനെയാണ് ഒരു ബ്രേക്ക് കിട്ടുക അവിടെ? ലൈക്ക് ഇതിനെ രണ്ടായിട്ട് തിരിക്കണമല്ലോ. മറ്റൊരാളുടെ ഗേസിൽ നിന്ന് കാണേണ്ട സിനിമയാണ്, പക്ഷേ യുവർ സെൽഫ് ഇസ് മെയിൽ. അപ്പോൾ ഈ ഒരു ബ്രേക്കിംഗ് അവിടെ വരണമല്ലോ. ഇതിനെ ബ്രേക്ക് ചെയ്താൽ മാത്രമല്ലേ മറ്റൊരാളുടെ നോട്ടത്തിലൂടെ നമുക്ക് ആ കഥയെ, സിനിമയെ, കഥാപാത്രത്തെ കാണാൻ പറ്റൂ. ഇതിനെ ജിയോ ബേബി എന്താ ചെയ്യുന്നത് ഇത് ബ്രേക്ക് ചെയ്യാൻ? നമുക്ക് പ്രത്യേകിച്ച് ഫോഴ്സായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ കുഞ്ഞിലെ പറഞ്ഞിട്ടുള്ള പുകഴ്ത്തൽ ഒരാവശ്യമുള്ളതല്ല. സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് എൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ എളിമ കാണിക്കുന്നില്ല. ഇത് സെയിം കൈൻഡ് ഓഫ് ഫിലിം മേക്കേഴ്സ്, സെയിം കൈൻഡ് ഓഫ് ഷോട്ട് ടേക്കിംഗ് ഇവിടെ നടന്നു കഴിഞ്ഞു. മലയാളത്തിൽ തന്നെ KG ജോർജ് സാറാണെങ്കിലും അടൂർ സാറാണെങ്കിലും, അടൂർ സാറായിട്ട് ആശയപരമായിട്ട് ഒരുപാട് വഴക്കുണ്ടാക്കുന്ന ഒരാളാണ്. പക്ഷേ ആസ് എ ഫിലിം മേക്കർ അവിടെ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. എന്താണ് നമുക്കിപ്പോൾ സിനിമയ്ക്ക് സംഭവിക്കുന്നത്, ആർട്ടിന് സംഭവിക്കുന്നത്, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ അറിവില്ലായ്മയാണ്. നമുക്ക് അറിയില്ല അങ്ങനെ ബിഹേവ് ചെയ്യണമായിരുന്നോ എന്നറിയില്ല, അല്ലേ? ഇപ്പോൾ എനിക്ക് തോന്നുന്നത് സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള സ്പർശനങ്ങൾ, തോണ്ടലുകൾ കിട്ടാത്ത പെൺപിള്ളേരില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ തോണ്ടിയ ആണുങ്ങൾക്ക് മുഴുവനും തന്നെയും, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു ഏറിയ പങ്കും ഏതൊക്കെയോ സമയത്ത് വെച്ച് തോണ്ടലുകൾ നിർത്തിയവരാണ്. ഏതോ ഒരു ബോധം വന്നപ്പോൾ ചിലർക്ക് ബോധം വന്നെങ്കിലും നിർത്താൻ പറ്റാത്തവരുണ്ട്, പിടിക്കപ്പെടില്ല എന്ന് വിചാരിച്ച് ഇത് ചെയ്യുന്നവരുണ്ട്. അപ്പം ബോധ്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ പെടുന്ന ഒന്നാണ്. ബോധ്യം ഉണ്ടാക്കി കൊടുക്കുക, എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. അതിവിടെ സംഭവിക്കുന്നില്ല. ഇപ്പോൾ പാട്രിയാർക്കിയുടെ ഏരിയയിൽ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഫോഴ്സ് ചെയ്ത് സംഭവിച്ചതല്ല. ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചനെ കുറിച്ച് താങ്കൾ പറഞ്ഞത്, ഞാൻ എൻ്റെ വീടിൻ്റെ അടുക്കളയ്ക്കകത്ത് പോകുന്ന ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് കൊണ്ടാണ്. അല്ലാതെ ഒരു ദിവസം ഇനി അടുത്ത സ്ത്രീകളെക്കുറിച്ചൊരു സിനിമയാവാം എന്നല്ല. ഞാനും എൻ്റെ പാർട്ണറും എൻ്റെ മോനും ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ അടുക്കളയിലെ ജോലികൾ ചെറുപ്പം മുതലേ ചെറിയ ജോലികൾ ചെയ്തു വരുന്ന ഒരാളായിരുന്നു. വിവാഹം കഴിഞ്ഞപ്പോൾ ഞങ്ങളത് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഒരു ഘട്ടത്തിൽ ഇനി ഷെയർ ചെയ്യേണ്ട, ഞാൻ തന്നെ ചെയ്യാം. ഞാൻ എൻ്റെ പാർട്ണറോട് നീ പഠിക്കാൻ പറഞ്ഞു. അവൾ പഠിക്കേണ്ടതുണ്ടെന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടപ്പോൾ എന്നാൽ പഠിച്ചു, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി ചായ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ നിരന്തരം ഒരു ദിവസം ചെയ്യുന്നത് പ്രശ്നമല്ല, നമുക്ക് ചിലപ്പോൾ ഒരു എൻജോയ്മെൻ്റ് ആയിരിക്കും. നാളെ ചെയ്യണം, മറ്റന്നാളും ചെയ്യണം. ഞാൻ ചായ വളരെ ആസ്വദിക്കുന്ന ഒരു മനുഷ്യനാണ്. ഒരു മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞത്, ഒരു ചായ ഉണ്ടാക്കണമെങ്കിൽ പാലെടുക്കണം, അത് ഒരു സോസ് പാനിൽ ഒഴിക്കണം. അപ്പോൾ കുറച്ച് പാല് ചിലപ്പോൾ പോകും, അത് തുടയ്ക്കണം, അത് തിളയ്ക്കുമ്പം തേയിലപ്പൊടി ഇടണം, പഞ്ചസാര ഇടണം. ഈ സമയത്തൊക്കെ നമ്മുടെ ചുറ്റുപാടുകൾ വൃത്തികേടാകുന്നുണ്ട്. ചായ ഉണ്ടാക്കുന്നുള്ള പ്രോസസ്സ് നടക്കുമ്പോൾ തന്നെ വേറെ പണികൾ കൂടുന്നുണ്ട്. പിന്നെ ഒരു അരിപ്പ എടുക്കണം, ഈ സോസ് പാൻ കഴുകണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ടാവും വെള്ളത്തിൽ ഒഴിച്ചിട്ടില്ലെങ്കിൽ. ഇത്തരം കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ചായ കുടിക്കണ്ടെന്ന് ഞാൻ വെച്ചു. സോ ഞാൻ 10 രൂപ കൊടുത്ത് പുറത്ത് പോയി രാവിലെ ചായ കുടിക്കുന്നത് മാത്രമായി പോയി ഞാൻ കുടുംബത്തിൽ എൻ്റെ ഫാമിലി ജീവിക്കുമ്പോൾ എൻ്റെ എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത്. സോ തിരിച്ച് ഞാൻ എൻ്റെ അടുക്കളയ്ക്കകത്തോട്ട് വരണം. എനിക്കത് ജയിലായിട്ടുള്ളത് പോലെ തോന്നി. ഞാനപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ആർട്ടിൻ്റെ ഏരിയയിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഇതിനെ സിനിമയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചു. അപ്പോൾ അത് നിമിഷ സജൻ എന്ന് പറയുന്നത് ഞാനാണ്, വേറെ പെൺപിള്ളേരോ വേറെ പെണ്ണുങ്ങളെയോ കണ്ടതല്ല. ഞാൻ അങ്ങനെ രാത്രിയിൽ കൈ മണക്കുമായിരുന്നു, എൻ്റെ കയ്യിലെ മണം പോകത്തില്ലാത്തൊരവസ്ഥയിൽ ഞാൻ കുറേ മാസങ്ങൾ ജീവിച്ചപ്പോൾ ഉണ്ടായിപ്പോയ സിനിമയാണ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ പോയിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കേണ്ട ആവശ്യം എനിക്ക് വരിക. അപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓർഗാനിക്കലി ഫെമിനിസം ഇഷ്ടപ്പെട്ടു പോകുന്നു, ഫെമിനിസം ആവശ്യം ആണല്ലോ എന്ന് ചിന്തിച്ച് പോകുന്ന അവസ്ഥയിലേക്ക് ഞാൻ എത്തുക. എന്നെ ആരും പഠിപ്പിക്കുന്നതല്ല. പക്ഷേ ഇത് നമുക്ക് പഠിപ്പിക്കാനും പറ്റും. നമ്മൾ 1ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റും, 2ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റും. പഠിപ്പിക്കുന്നില്ല.
അല്ലെങ്കിൽ സിലബസിലുണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്യുന്ന രീതി വേറെയാണ്, പഠിപ്പിക്കുന്ന രീതി പ്രാക്ടിക്കൽ വേറെ രീതിയിലായി പോകുന്നു. ഇതെല്ലാം നമുക്ക് സിലബസിലുണ്ട്, പക്ഷേ എഫക്റ്റ് ഉണ്ടാകുന്നില്ല. ഈ വളരെ കഴിഞ്ഞ വർഷം മറ്റുമാണ് അടുക്കളയിലെ ഇമേജിൻ്റെ അകത്തൊരു പുരുഷനെ കൂടെ വരച്ച് ചേർത്തത് നമ്മുടെ സ്കൂളുകളിൽ പാഠപുസ്തകങ്ങളിൽ. അല്ല, അത് നമ്മൾ ആഘോഷിക്കുക. സോ ആ ആഘോഷിക്കേണ്ട ഗതികേട് നമുക്കുണ്ടായിട്ടുണ്ട്. 1961 നിരോധിച്ച സ്ത്രീധനത്തിനെതിരെ ഇപ്പോഴും സിനിമ എടുക്കുന്നുണ്ട് നമ്മൾ. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഈ ബോധ്യങ്ങളാണ്, എനിക്കങ്ങനെ ഒരു ബോധ്യം ഉണ്ടായതുകൊണ്ട്, അല്ലാതെ ഞാൻ ഒരു ദിവസം എടുത്ത തീരുമാനമല്ല. അപ്പോൾ എനിക്ക് കൂടുതലും അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് സിനിമ ഉണ്ടാക്കിയാൽ കുറച്ചുകൂടെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഒന്നെങ്കിലും ഒരു കാര്യത്തെ നമ്മൾ കൂടുതലായിട്ട് പഠിക്കുക. ഇപ്പം ഞാൻ ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത് പെണ്ണുങ്ങൾ എങ്ങനെ എഴുതുന്നതെന്നൊന്ന് അന്വേഷിച്ചേക്കാം. അത് ഞാൻ പെണ്ണുങ്ങളെക്കുറിച്ചൊരു സിനിമ ചെയ്യാൻ പോകുന്നു. ഞാൻ 3 വർഷം എടുത്തു ആ സിനിമ തുടക്കം തൊട്ട് അത് ഷൂട്ട് ചെയ്യുന്നുണ്ടും വരെ. ആ 3 വർഷം ഞാൻ പർപ്പസ്ഫുള്ളി വായിച്ചുകൊണ്ടിരുന്ന പെണ്ണുങ്ങൾ എഴുതുന്നത്. അത് എന്തെഴുതിയാലും, ഇപ്പോൾ ബാലരമയിലെ ഒരു കഥയാണെങ്കിൽ പോലും ഞാൻ ആ പെണ്ണുങ്ങൾ എങ്ങനെ എഴുതുന്നു, സോഷ്യൽ മീഡിയയിലാണെങ്കിൽ എന്താണ് എഴുതുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഈ പെണ്ണുങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അടുക്കളയെക്കുറിച്ച് കാര്യമായിട്ട് എഴുതാത്തത്. അതാണ് ഇപ്പോൾ നേരത്തെ കുഞ്ഞിലെ പറഞ്ഞത്, നമുക്ക് ചിലത് അറിയില്ല. വളരെ കുറച്ച് അടുക്കളകളെക്കുറിച്ച് എടുത്തിട്ടുള്ളൂ. KG ജോർജ് സാറ് സിനിമ എടുത്തിട്ടുണ്ട് ആദാമിൻ്റെ വാരിയലിൽ. ഏകദേശം ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഏകദേശം സെയിം സിനിമയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ദീദി ഇരിക്കുന്നുണ്ട്, ഞാൻ ഒത്തല്ല, ദീദി അച്ഛൻ എഴുതിയിട്ടുള്ള ഒരു പടത്തിലുണ്ട്, ക്ലൈമാക്സിൽ ഭർത്താവ് ചായ ഇട്ട് കൊടുക്കുന്ന സീൻ ക്ലൈമാക്സ് ആയിട്ടുള്ള സിനിമ ഇവിടെ ഉണ്ട്. അപ്പം അതിനെ റെവല്യൂഷനായിട്ട് ആരും അറിഞ്ഞില്ല, അതിനെ വിട്ട് കളഞ്ഞു, പലതിനെ നമ്മൾ വിട്ട് കളഞ്ഞു. അപ്പം ഇങ്ങനെ നമ്മൾ ചിലതിനെ വിട്ടുകളയാതെ നമുക്ക് ബോധ്യങ്ങൾ ഉണ്ടാവണം. ഒന്നെങ്കിൽ സ്വയം ഉണ്ടാകാനുള്ള കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും, ഉണ്ടാക്കിയെടുക്കാനുള്ള കാര്യങ്ങൾ സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്നും വീടുകൾക്കുള്ളിൽ നിന്നും ഒക്കെ ഉണ്ടാവണം. അപ്പോൾ ബോധ്യമില്ലാത്തതാണ് ഇതിൻ്റെ എല്ലാം പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു. മലയാള സിനിമയിൽ വരുന്ന കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു മേൽനോട്ടം ഉണ്ടാവുന്നുണ്ടോ? ആ മേൽനോട്ടത്തിൻ്റെ കീഴിലേക്ക് നമ്മളുടെ ആവിഷ്കാരങ്ങളെല്ലാം മാറുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞപ്പം ഞാൻ ഉദ്ദേശിച്ച ഇൻഡിപെൻഡൻസ് സിനിമ എന്തോ ഒരു ഐഡിയൽ ആയിട്ടുള്ള സ്പേസോ അങ്ങനെയല്ല. ഞാൻ ഉദ്ദേശിച്ച അന്വേഷണങ്ങൾ എങ്ങനെ ഉണ്ടാവണം, ഈ ഫീമെയിൽ ഗേസ് എന്ന് പറയുന്ന കാര്യം എങ്ങനെയാണ് നമ്മൾ വേറെ രീതിയിൽ, ഇതാണ് മെയിൽ ഗേസ്, അപ്പോൾ എന്താണ് ഫീമെയിൽ ഗേസ് എന്നുള്ളത് അതിൻ്റെ ഓപ്പോസിഷനിൽ മാത്രമല്ലല്ലോ, അതെന്തായിരിക്കണം എന്നുള്ളത് നമ്മൾ ഇനിയും ഇമാജിൻ ചെയ്യാൻ കേൾക്കണം. പക്ഷേ ഇപ്പോൾ ഇൻഡിപെൻഡൻസ് സിനിമയിൽ തന്നെ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് റോട്ടർഡാമിൽ വിൻ ചെയ്ത പടമുണ്ട് കേരളത്തിൽ നിന്ന്, സെക്സി ദുർഗ. ഞാൻ അന്ന് റോട്ടർഡാമിൽ ഉണ്ടായിരുന്നു, പല സ്ത്രീകളോടൊപ്പമാണ് ആ സിനിമ അന്ന് കണ്ടത്. അത് വളരെ ആഘോഷിക്കപ്പെട്ട പടമാണെങ്കിലും അന്ന് ആ സിനിമ അവിടെ കാണുമ്പോൾ എനിക്ക് പലതരത്തിലുള്ള ഡിസ്കംഫേർട്ടാണ് ആ സിനിമ കാണുമ്പോൾ ഉണ്ടായിരുന്നത്. കാരണം ഒരു റേപ്പ് നടക്കോ ഇല്ലേ എന്നുള്ളതാണ് ആ സിനിമേൻ്റെ നറേറ്റീവിൻ്റെ പ്ലഷർ. ത്രില്ലിങ് എന്ന് പറയുന്നത് അത് ഏത് നേരം വേണമെങ്കിലും ഒരു മുസ്ലിം യുവാവും ഒരു ഹിന്ദു യുവതിയും കൂടി യാത്ര ചെയ്യുമ്പോൾ നടക്കോ ഇല്ലേ എന്നുള്ള അതിലെ വേറെ ആണുങ്ങളുടെ ചിത്രീകരണം, അതൊക്കെയാണ് അതിലെ പ്ലഷർ, അല്ലെങ്കിൽ അതാണ് അതിലെ മുന്നോട്ട് കൊണ്ടുവന്നത്. എന്നെ സംബന്ധിച്ചോളം അത് വളരെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു നറേറ്റീവ്. അന്ന് അവിടെ ഉണ്ടായിരുന്ന പലവർക്കും ഇത് പക്ഷെ അത് എന്തുകൊണ്ട് ഇന്ത്യൻ സിനിമേൻ്റെ റെപ്രസെൻറ്റേഷൻ ആവുന്നു? ഞങ്ങൾ ആക്ച്വലി അവിടുത്തെ ഒരു ക്യൂറേറ്ററിനോട് ആ ചോദ്യം വരെ ചോദിച്ചു, എന്താണ് ഇന്ത്യൻനെസ് അബൌട്ട് ദിസ്? അപ്പം എന്താണെന്ന് വെച്ചാൽ നിർഭയ റേപ്പ് കേസ് നടന്നു കഴിഞ്ഞ് പിന്നീട് അപ്പോൾ എല്ലാ തരം പ്രോഗ്രസീവ് ആയിട്ടുള്ള സ്പേസിലും നമ്മൾ എന്നാൽ റേപ്പിനെ കുറിച്ച് സംസാരിക്കും. ഞാൻ ആ സിനിമ അത് ചെയ്തു എന്നല്ല പറയാം, പക്ഷെ ഒരു വ്യവഹാരം എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഈവൻ ഗ്ലോബലി. അപ്പോൾ നമ്മൾ റേപ്പിനെ കുറിച്ച് സംസാരിച്ചാൽ, അല്ലെങ്കിൽ സെക്ഷൽ വയലൻസിനെ കുറിച്ച് സംസാരിച്ചാൽ നമ്മൾ വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള സിനിമ എടുക്കുന്നു എന്നുള്ള തരം ഫോർമുലകൾ രണ്ടിടത്തും ഉണ്ടാവാറുണ്ട്. മെയിൻ സ്ട്രീം സ്പേസിലും ഉണ്ടാവാറുണ്ട്, ഇൻഡിപെൻഡൻറ്റ് സ്പേസിലും ഉണ്ടാവാറുണ്ട്. അത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം കുഞ്ഞിലെയൊക്കെ പറഞ്ഞില്ലേ, എങ്ങനെയാണ് നമ്മൾ എത്രയൊക്കെ വിചാരിച്ചാലും ആ ഒരു ടിറ്റിലേഷൻ എന്ന് പറയുന്ന സാധനം അത് പല രൂപങ്ങളെടുക്കാം. അത് സെക്ഷൽ വയലൻസ് ചിത്രീകരിച്ചുകൊണ്ട് മാത്രമല്ല, ഇപ്പം ബോഡി എന്നുള്ളതിനെ തന്നെ നമ്മളെങ്ങനെ ഇപ്പം ഈ ഫ്രാൻസിൽ ഇപ്പോൾ ലാസ്റ്റ് ഒരു 10 years എടുത്താൽ ബോഡി ഹൊറർ എന്ന് പറഞ്ഞൊരു ജോണർ ഉണ്ട്. അത് വളരെ റാഡിക്കലായിട്ടുള്ളൊരു ഫെമിനിസ്റ്റ് ആയിട്ടുള്ളൊരു ചരിത്രത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ജോണറാണ്. കാരണം അതുവരെ ബോഡീനെ വളരെ എന്താ പറയുക പ്ലഷറബിൾ ആയിട്ടുള്ളൊരു ഓബ്ജക്റ്റ് ആയിട്ട് കണ്ടിട്ട് കുറച്ച് ഫീമെയിൽ ആയിട്ടുള്ള, അത് ഓഫ്കോഴ്സ് അവിടുത്തെ പ്രിവിലേജുകളിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന സ്ത്രീകളായിക്കോട്ടെ, അവർ ഉണ്ടാക്കുന്നത് ഹൊററാണ്. ബോഡി പല രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഒരു രീതിയിലും ഇറ്റ് ഈസ് നോട്ട് ബ്യൂട്ടിഫുൾ, ഇറ്റ് ഈസ് കണ്ടാമിനേറ്റഡ്, ഇറ്റ് ഈസ് ഡേർട്ടി ഇൻ എവറി ഫോം. അപ്പോൾ അവിടുത്തെ ചോദ്യങ്ങളിൽ നിന്നുണ്ടായി വന്നൊരു ഫോമാണത്. അത് വളരെ ഹെട്രോനോർമേറ്റീവായിട്ടുള്ള ഈ ശരീരം, ആൺ പെൺ ശരീരം, അങ്ങനത്തെ റിലേഷൻഷിപ്സിനെയൊക്കെ ഡിഫൈ ചെയ്തുകൊണ്ടുണ്ടാക്കുന്ന ഒരു ഫോമാണ്. ഓഫ് കോഴ്സ് നമ്മളുടെ ഇവിടെ ഇനിയും റിസോഴ്സസിൻ്റെ ചോദ്യമുണ്ട്, പലതരം ചോദ്യങ്ങളുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ പലതരം എക്സ്പ്രഷൻസ് നടക്കുന്നുണ്ട്. അതെപ്പോഴും 100,000 ആൾക്കാർ കാണണ്ടോ എന്നുള്ളതല്ല, ചിലപ്പം വളരെ ചെറിയ ചെറിയ സ്പേസസിൽ
ഒക്കെ അത് കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതേ നറേറ്റീവ് സെക്സി ദുർഗയ്ക്ക് ശേഷം ഇപ്പോഴും കൊമേഴ്ഷ്യൽ സിനിമകളിൽ സജീവമായിട്ട് തന്നെ വരുന്നുണ്ട്. അഫ്രദ്, ഇപ്പം നമ്മൾ പറയുമ്പം മെയിൽ ഗെയ്സ് എന്ന് പറയുന്നത് അതിനകത്ത് വീണ്ടും ഒരു ഡൈവേഴ്സിറ്റി വരാനുണ്ട്. ഇപ്പം അഫ്രദിൻ്റെ സിനിമ വരുന്ന സമയത്ത് തന്നെ നമ്മളതിൽ മറ്റൊരു തരത്തിലേക്ക് അല്ലെങ്കിൽ അതിനകത്ത് വീണ്ടും മാറ്റി നിർത്തപ്പെടേണ്ടി വരുന്ന അല്ലെങ്കിൽ മറ്റു പുരുഷന്മാരുടെ ഗേസിൽ നിൽക്കേണ്ടി വരുന്ന 2 യുവാക്കളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അവർക്ക് നേരിടേണ്ടി വരുന്ന നോട്ടങ്ങൾ, അതിലുണ്ടാവുന്ന പവർ ഹൈറാർക്കി, അതിനെക്കുറിച്ചാണ് അവിടെ സിനിമ സംസാരിക്കുന്നത്. ഈ മെയിൽ ഗേസിനകത്ത് തന്നെ ഇങ്ങനെ ഒരു ഇന്റർസെക്ഷനാലിറ്റി ഉണ്ടാവേണ്ടതില്ലേ? അത് എത്രത്തോളം സിനിമയിലൂടെ സാധ്യമാവുന്നുണ്ട്? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പണ്ടത്തെ ഇതിനേക്കാളും ഒക്കെ സിനിമേൻ്റെ ക്യാരക്ടേഴ്സിനൊക്കെ ഓഡിയൻസ് വേറെ തരത്തിൽ കൂടെ ഒക്കെ റീഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്കൊന്ന് ഒരു കുറേയൊക്കെ ഇൻഡിപെൻഡൻറ്റ് മീഡിയ ഉണ്ടല്ലോ, ലൈക്ക് ഇപ്പോൾ ന്യൂസ് മിനിറ്റ് ആയാലും വയറൊക്കെ ആണെങ്കിലും അവരൊക്കെ കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ത്രൂ ക്യാരക്ടേഴ്സ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈവൻ ഇഫ് ഇറ്റ് ഈസ് പൊളിറ്റിക്കൽ, ഫൈനലി വെരി ഇൻഡിപെൻഡൻ്റ് ആയിട്ടെങ്കിലും സിനിമൻ്റെ ക്യാരക്ടേഴ്സിനെ കുറിച്ചും ഫിലിം മേക്കിങ്ങിനെ കുറിച്ചും എസ്തെറ്റിക്കിനെ കുറിച്ചും സംസാരിക്കുന്നുണ്ട്. മേ ബി ഇറ്റ്സ് എ വെരി സ്മോൾ കമ്മ്യൂണിറ്റി. അപ്പോൾ ഇപ്പോൾ ചില ഫിലിംസിലൊക്കെ ഇപ്പോൾ ഈ ആവേശത്തിൽ ദർ ഈസ് അതിനെ ഡിസഗ്രി ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ടാവും. പക്ഷേ മേ ബി എൻ്റെ ഫിലിം മേക്കർ പോലും ഇൻറ്റൻറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ബട്ട് അതിൻ്റെ ഒരു റീഡിങ് ഉണ്ടായിരുന്നു, ദ ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഐഡൻറ്റിഫൈ രംഗണ്ണൻ ആസ് ക്യൂർ എന്ന് പറഞ്ഞിട്ട്. അത് ചിലപ്പോൾ അത് ഫിലിം മേക്കർ പോലും അത് ചിലപ്പോൾ ഇൻറ്റൻഷനലായിട്ട് ചെയ്തായിരിക്കില്ല. പക്ഷേ ദി ക്യാരക്ടേഴ്സ് ആർ മച്ച് മോർ ഡീപ്പർ. അപ്പോൾ അതിനെയൊക്കെ ആൾക്കാർ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അതിനെയൊക്കെ ആൾക്കാർ സെലിബ്രേറ്റും ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അൾട്ടിമേറ്റ്ലി ഐ ഡോണ്ട് നോ, ഞാൻ ഈ ഫിലിം മേക്കിങ്ങിനെ പറ്റിയാണ് കൂടുതൽ പറയുന്നത്. പക്ഷേ ആസ് എ ഫിലിം മേക്കർ ഐ തിങ്ക് ഫിലിമിൻ്റെ എസ്തെറ്റിക്സിനെ കുറിച്ചും ഫിലിം മേക്കിങ്ങിനെ കുറിച്ചും കൂടെ നമ്മൾ കൂടുതൽ സംസാരിക്കണമെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ ലാസ്റ്റ് ഇയർ ഇറങ്ങിയ ഇപ്പോൾ ഈ ലൈക്ക് ഗവൺമെൻറ് ഫണ്ടഡ് വുമൺ ഫിലിം മേക്കേഴ്സിൻ്റെ ഫിലിംസ് വരുന്നുണ്ട്. സോ അതിൽ ലാസ്റ്റ് ഇയർ ഞാൻ കണ്ടു വിക്ടോറിയ ഈസ് ലൈക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിംസ് ഐ സീൻ ലാസ്റ്റ് ഇയർ. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എസ്തെറ്റിക്കലി ഓൾസോ ഡ്രിവൺ. ഇറ്റ്സ് വെരി പൊളിറ്റിക്കൽ, അത് നല്ല ഡെപ്ത് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓൾസോ ലൈക്ക് അതിൻ്റെ മീഡിയത്തിനെ എന്തെങ്കിലും തരത്തിൽ അത് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഒരു പ്രോപ്പർ ഫിലിം സെൻസ് ഇതുണ്ട് അതിന്, എന്താ പറയുക, ഇറ്റ്സ് സിനിമാറ്റിക്. അപ്പോൾ ആ സിനിമ അങ്ങനത്തെ സിനിമകൾ കൂടെ വരണമെന്ന് തോന്നുന്നു. ബിഫോർ ഇറ്റ് ഈസ് പൊളിറ്റിക്സ്. ഞാനിപ്പോൾ അടുത്തൊരു സിനിമ കണ്ടിരുന്നു, മെഫിസ്റ്റോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മെഫിസ്റ്റോയിൽ ഇസ് അബൌട്ട് ഒരു ഡ്രാമാറ്റിസ്റ്റാണ്. ഈസ് ലൈക്ക് ലിവിങ് വെൻ ഹിറ്റ്ലർ വാസ് കമ്മിങ് ടു പവർ. അപ്പോൾ പുള്ളി ഭയങ്കര റാഡിക്കലാണ്, ലെഫ്റ്റാണ്. പക്ഷേ ഈ ഹിറ്റ്ലർ വരുമ്പോൾ ഹീ എക്സൈലിൽ പോവും. ബട്ട് ഹീ ഗെറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി ടു കം ബാക്ക് ആൻഡ് ഡു പ്രൊപ്പഗാൻഡ ഡ്രാമ. സോ ഹീ കംസ് ബാക്ക് ആൻഡ് ഹീ ഗെറ്റ്സ് വെരി സക്സസ്ഫുൾ. പക്ഷേ അയാളതൊക്കെ മറക്കും, അയാളെ റാഡിക്കൽ ചിന്തയൊക്കെ അയാൾ മറന്നു. അപ്പോൾ അതിലൊരു ഡയലോഗ് പറയുന്നുണ്ട്, ബിഫോർ ഇറ്റ് ഈസ് പൊളിറ്റിക്കൽ ഓർ എനിത്തിങ് ഇറ്റ് ഹാസ് ടു ബി ഗുഡ് ഫോർ പീപ്പിൾ ടു സീ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ ഇഫ് ഇറ്റ് ഈസ് സിനിമ, ഐ തിങ്ക് പീപ്പിൾ ആർ ഗോണ കണക്ട് വിത്ത് ഇറ്റ്. അല്ലെങ്കിൽ അത് നമ്മളൊരു പൊളിറ്റിക്സ് പറയാൻ വേണ്ടി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ അത് അൺഇൻറ്റൻഷനലി ആയി മാറുമ്പോൾ അത് മാത്രം അവിടെ ചർച്ച ചെയ്യുന്നൊരു സംഗതി. സോ അതിന് ആ സിനിമയ്ക്ക് വേറെ ലൈഫ് ഉണ്ടാവും തോന്നുന്നില്ല. സോ ഐ തിങ്ക് ഫിലിം മേക്കിംഗ് എസ്തെറ്റിക്സ് കൂടി വന്നാൽ പീപ്പിൾ ആർ ഗോണ ടോക്ക് മോർ അബൌട്ട് ദ ക്യാരക്ടേഴ്സ് ആൻഡ് ദിയർ എവറിത്തിങ്. അപ്പോൾ കഴിഞ്ഞ 2024 നമ്മൾ കൊമേഴ്ഷ്യൽ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ സ്ത്രീകൾ എവിടെ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. 2025 അവസാനത്തേക്ക് നമുക്ക് മലയാള സിനിമ ഒരു ഉത്തരം തരികയാണ്. ഇത്രയും സ്ത്രീകളുണ്ട്. ഏറ്റവും കൂടുതൽ കൊമേഴ്ഷ്യലി സക്സസ് ആയ സിനിമയിൽ നിങ്ങൾ നീലിയെ കാണാം. നീലിയുടെ മറ്റൊരു പേഴ്സ്പെക്റ്റീവ് കാണാം. ഒരു ദളിത് സ്ത്രീയുടെ ഒരു റിവെഞ്ചായിട്ട് അതിനെ കാണാം. അത്തരത്തിലുള്ള വായന ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ പോലും അതൊരു മെയിൽ ഗേസിൻ്റെ പുറത്ത് വരുന്ന വായനയല്ലേ? അവിടെ യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ത്രീയുടെ അവതരണം കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ? ഇതാണോ ഈ ഒരു മലയാള സിനിമയാണോ നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വരും. ഇതൊന്നും സ്ക്രീനിൽ കാണുന്ന ക്യാരക്ടേഴ്സോ ഇതിവൃത്തമോ ആയിട്ട് ചുരുക്കി കാണാൻ പാടില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊടുക്കൽ വാങ്ങലുകൾ ഈ ഇൻഡസ്ട്രീൻ്റെ അകത്തുള്ളതാണ്. നമ്മളിപ്പോഴും ആ കമ്മിറ്റിയുടെ പേര്
ICC എന്നാണ് നമ്മൾ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിരുത്ത് അത് IC ആണ് എന്നുള്ളതാണ്. ICയും ICCയും തമ്മിലുള്ള വ്യത്യാസം, നേരത്തെ അത് പരാതി വന്നാൽ പരിഹരിക്കേണ്ട സ്ഥലമായിരുന്നെങ്കിൽ ഇന്ന് നിയമാനുസൃതമായിട്ട് പരാതി ഇല്ലാതിരിക്കാൻ, എന്ന് വെച്ചാൽ ആദ്യം തന്നെ അത് പ്രിവെൻറ്റ് ചെയ്യണം എന്ന് പറയുന്നത് കൊണ്ടാണ് അതിനെ ഇൻറ്റേർണൽ സെൽ എന്ന് നമുക്ക് വിളിക്കേണ്ടി വരുന്നത്. ഈ തിരുത്ത് മലയാള സിനിമ വരുത്തിയിട്ടേ ഇല്ല. പരാതി വന്നാൽ പോലും അവിടെ അത് പരിഹരിക്കാനുള്ള സ്ഥലമില്ല. അത്ര പിന്നിലാണ് മലയാള സിനിമ എന്ന് പറയുന്നത്. അവിടെ നിന്ന് ചിന്തിക്കുന്ന ഒരാണിന് ഇപ്പോൾ ജിയോ ബേബി പറഞ്ഞത് അടുക്കളയിൽ നിന്നപ്പോൾ ഓർഗാനിക്കായിട്ട് എന്തോ സംഭവിച്ചു എന്നാണ്. ആ ഓർഗാനിക്കായിട്ട് സംഭവിക്കണമെങ്കിൽ സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രിക്കകത്ത് ഓർഗാനിക്കായിട്ട് സംഭവിക്കാവുന്ന ഒരു സാഹചര്യവും ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഓർഗാനിക്കായിട്ട്, വുമൺ ഫ്രണ്ട്ലി ആയിട്ട്, അല്ലെങ്കിൽ ജെൻഡർ സെൻസിറ്റീവായിട്ട്, അല്ലെങ്കിൽ മനുഷ്യത്വമുള്ളവരായിട്ട് ഒക്കെ പെരുമാറണം. അങ്ങനത്തെ സിനിമകൾ വരണം, അങ്ങനത്തെ സിനിമ കൺസീവ് ചെയ്യണം. അതൊന്നും ചിന്തിക്കാനേ പറ്റില്ല. അവിടെ ഇപ്പോഴും പരാതി പറയാൻ ഒരു സ്ഥലമില്ല. പരാതി ഇല്ലാതിരിക്കാനുള്ള സാഹചര്യം ഇപ്പോഴുമില്ല എന്ന് പറയുന്നത് ഇത് പുറത്ത് സിനിമയ്ക്കകത്ത് നിർബന്ധമായിട്ട് വേണ്ട എന്തോ ആണ് എന്നല്ല. ഒരു സിനിമ രജിസ്റ്റർ ചെയ്യുമ്പം നിർബന്ധമായിട്ടും പോർട്ടലിൽ അവർക്ക് അവിടെ IC ഉണ്ട് എന്ന് രജിസ്റ്റർ ചെയ്യപ്പെടണം എന്ന നിയമമുള്ള സ്ഥലത്ത് അതിന്നും ഇൻഡസ്ട്രിയിലില്ല എന്ന് വന്നാൽ പിന്നെ എന്തിനെ പറ്റിയാണ് നമ്മൾ ഈ തൊലിപ്പുറത്ത് വരുന്ന ചെറിയ മാറ്റങ്ങളെപ്പറ്റി പറയുക എന്ന് പറയുന്നത് ഒരു നിലയ്ക്കും ആശ്വാസമല്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഉള്ളിൽ തന്നെ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. ഉള്ളിലത് സംഭവിക്കുമ്പം ഓട്ടോമാറ്റിക്കലി അത് പുറത്ത് സംഭവിക്കുകയും കൂടെ ചെയ്യുന്നതാണ്. പെട്ടെന്ന് ഉണ്ടാവുന്നതല്ല ഒരു ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് നമുക്കറിയാം. എനിക്കതിൽ പല മറ്റു കാര്യങ്ങളോടും വിയോജിപ്പുണ്ട്, ഞാൻ ജിയോയായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളതുമാണ്. പക്ഷേ അങ്ങനൊരു സിനിമ സ്വീകരിക്കപ്പെടില്ല എന്ന തോന്നൽ മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ സ്വീകരിക്കപ്പെടുമെന്നും അത് ആഘോഷിക്കപ്പെടുമെന്നും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നേറ്റായിട്ടുള്ള ഇപ്പം നമ്മൾ കാണുന്നത് എങ്ങനെയാണ് ഈ സ്ഥലങ്ങളിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഭാഷയുടെ വ്യത്യാസത്തിൽ ആൾക്കാർ ഡയലോഗ് പറയുന്നത്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. ഡയലോഗുകളുടെ ആ സവിശേഷത പോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ ഓർഗാനിക് ആയിട്ടുള്ളതിൻ്റെ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. പക്ഷെ അത് ഓർഗാനിക് ആയിരിക്കണം എന്നുള്ളതാണ്. ഈ നീലിയെ എപ്പോഴാണ് നീലിക്ക് ദ്രംഷ്ടം വരേണ്ടത് എന്ന് ആര് തീരുമാനിക്കും എന്നുള്ള സ്ഥലത്താണ് അതിൻ്റെ പ്രശ്നം. ആ ദ്രംഷ്ടം വരേണ്ട സമയം നീലി വിചാരിക്കുമ്പോഴാവുമ്പോഴേ നമുക്ക് ആ സിനിമയെ ആഘോഷിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ സംഭവിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ സംഭവിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റു പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ നീലിമാരെ, അതായത് നേരത്തെ ഉള്ള സ്ത്രീയുടെ പേരും നീലിയാണ്, നീലക്കുയിലൻ സ്ത്രീയുടെ പേരും നീലിയാണ്. ആ നീലിയെപ്പറ്റി ആലോചിച്ച് നമ്മളുടെ ഉറക്കം നഷ്ടപ്പെടും. ഈ നീലിയെ നമുക്ക് ആഘോഷിക്കാൻ പറ്റുകയുമില്ല. ഏറ്റവും കൂടുതൽ വളരെ പുതിയ എന്തോ കാര്യം തുറന്നതായിട്ടൊക്കെ ഡിക്ലെയർ ചെയ്യപ്പെട്ട നവസിനിമയുടെ ഡിക്ലറേഷനായിട്ടൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞു കേട്ടൊരു സിനിമയായിരുന്നു കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സിനിമ. അതിൽ അടുക്കും ചിട്ടയും വരണമെങ്കിൽ അന്യത വേണ്ട വിധം ജീവിച്ചിരുന്ന 4 ആണുങ്ങളുടെ വീട്ടിലേക്ക് സ്ത്രീകൾ കയറി വന്നാൽ മതി എന്ന് പറയുന്ന ഏറ്റവും സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർലൈൻ ചെയ്യുന്ന ഒരു സിനിമയാണ്. കുത്തഴിഞ്ഞ് കിടക്കുന്ന സ്ഥലത്തേക്ക് ഓർഡർ കൊണ്ടുവരാൻ നിങ്ങൾക്ക് വീട്ടിലേക്ക് ഓരോ സ്ത്രീകളെ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞാൽ അത് മേലെപ്പറമ്പിൽ ആൺവീടിൽ നിന്നും എങ്ങനെയാണ് വ്യത്യസ്തമായത്? എന്ത് സിനിമയാണ് അത് നമ്മളുടെ മുമ്പിൽ തുറന്നു തന്നത് എന്ന് എനിക്കറിയില്ല. അതിൽ സ്ത്രീകളെ കൊണ്ട് ഒറ്റത്തന്തയ്ക്ക് പിറക്കായിക തുടങ്ങിയ ചില ചാലഞ്ചസ് മുന്നോട്ട് വയ്ക്കുമ്പം ഏറ്റവും കൃത്യമായിട്ട് ഈ സിനിമ നമ്മളോട് പറഞ്ഞത് എന്താണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അൺലേൺ ചെയ്തിട്ടല്ലാതെ നമുക്ക് പുതിയ സിനിമയെ പറ്റി നേരത്തെ പറഞ്ഞ ബൈനറികൾ പൊളിച്ചുകൊണ്ടല്ലാതെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒന്നുമില്ല എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ടല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. സിനിമ എടുക്കാൻ പാടില്ല. നമ്മൾ അറിയേണ്ടതുണ്ട് ഇവിടെ കോൺക്രീറ്റും റിജിഡുമായിട്ടുള്ള കാര്യങ്ങളുടെ കാലം കഴിഞ്ഞു. നമുക്ക് വളരെ ഫ്ലൂയിഡായിട്ടുള്ള എല്ലാം ഓൾ ഇൻക്ലൂസീവ് ഈ പറയുന്ന കാര്യങ്ങളൊന്നും അക്കാഡമിക് ചർച്ചകളിൽ ഒതുങ്ങിപ്പോവരുതേ. അത് സിനിമകളിലും നമ്മളുടെ പ്രവൃത്തികളിലും ഉണ്ടായി തീരുമ്പോൾ എനിക്ക് തോന്നുന്നു സിനിമകൾ അതിൻ്റെതായ മാറ്റങ്ങൾ പുറത്തേക്ക് കാണിക്കുകയും ചെയ്യും.